ഹലോ മക്കളെ, എടാ എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നുണ്ടോടാ? കേൾക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ഇടാവോ? ഓഡിബിൾ ആണോ ഞാൻ? ഹലോ, ആരും റിപ്ലൈ ഒന്നും പറയുന്നില്ലല്ലോ. ഓഡിബിൾ ആണോടാ? കേൾക്കുന്നുണ്ടോ? ഗുഡ് ഈവനിങ്, കേൾക്കാം. ഓക്കെ, സോ മക്കളെ, നമ്മളിന്ന് ജെയിൽ അത്യാവശ്യം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ജെയ്ക്ക് സ്ഥിരമായിട്ട് നമുക്കൊരു ക്വസ്റ്റനെങ്കിലും കിട്ടാറുള്ള കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറഞ്ഞൊരു ചാപ്റ്ററിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ഈ കെമിക്കൽ കൈനറ്റിക്സ്? കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് എ ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രി വിച്ച് ഡീൽസ് വിത്ത് കെമിക്കൽ റിയാക്ഷൻസ് ആൻഡ് ഇറ്റ്സ് റേറ്റ്സ്. അതായത് കെമിക്കൽ റിയാക്ഷൻ അത് എത്ര വേഗതയിൽ നടക്കുന്നു, അതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ സ്റ്റഡി ചെയ്യുന്ന ഒരു ചാപ്റ്റർ ആയിട്ടാണ് കെമിക്കൽ കൈനറ്റിക്സ് എന്ന്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇതിൽ എന്തൊക്കെ പഠിക്കുന്നു? ഇന്നത്തെ ക്ലാസ്സിൽ ബേസിക്കലി നമ്മളിവിടെ പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ്, അതിൻ്റെ റേറ്റ് ലോസ്, ഓർഡർ മോളിക്കുലാരിറ്റി, പിന്നെ വേരിയസ് ഓർഡർ റിയാക്ഷൻസ്, അതായത് ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡർ, സ്യൂഡോ ഫസ്റ്റ് ഓർഡർ എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് റിയാക്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ റിയാക്ഷൻസ് ഒക്കെ നമ്മൾ പഠിക്കുന്നു. ദെൻ കൊളീഷൻ തിയറി, ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് റേറ്റ് ആൻഡ് ഓഫ് എ റിയാക്ഷൻ. സോ നമ്മൾ അധികം സമയം കളയുന്നില്ല, നമ്മൾ നേരെ ടോപ്പിക്കിലേക്ക് കയറാം കേട്ടോ മക്കളെ. നോക്കിക്കോളാം. റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ. റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിൽ പറയാം. ജനറലി നമുക്കൊരു റിയാക്ഷൻ നടക്കുമ്പോൾ എന്താ സംഭവിക്കുക? ജനറലി റിയാക്ഷൻ നടക്കുമ്പോൾ റിയാക്റ്റൻറ്റ് വിൽ ബി ചേഞ്ചസ് ടു, റിയാക്റ്റൻറ്റ് എന്താവും മക്കളെ? റിയാക്റ്റ് വിൽ ബി ചേഞ്ചസ് ടു പ്രൊഡക്റ്റ്. അപ്പോൾ ഇവിടെ റിയാക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ എന്താ ചെയ്യുക? കുറയുവാണ് അല്ലേ? റിയാക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ കുറയുന്നു, പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ എന്ത് ചെയ്യുന്നു? കൂടുന്നു. സോ റേറ്റ് ഓഫ് റിയാക്ഷൻ ക്യാൻ ബി എക്സ്പ്രസ് ആസ് ഡിക്രീസ് ഇൻ ദി കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻ ബൈ ടൈം ടേക്കൺ, ഓർ വി ക്യാൻ റേറ്റ് ഓഫ് റിയാക്ഷൻ ഈസ് ഈക്വൽ ടു ഇൻക്രീസ് ഇൻ ദി കോൺസെൻട്രേഷൻ ബൈ ടൈം ടേക്കൺ. സോ ടൈപ്സ് ഓഫ് റിയാക്ഷൻസ്. ബേസിക്കലി മക്കളെ, റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ പറയുമ്പോൾ നമുക്ക് റിയാക്ഷൻസ് ഒക്കെ ഏതൊക്കെ ടൈപ്പിലുണ്ടെന്ന് അറിയണം. അപ്പോൾ റിയാക്ഷൻസ് ബേസിക്കലി ഡിഫൈൻ ചെയ്തിരിക്കുന്ന 3 ടൈപ്പാണ്. ദാറ്റ് ഈസ് വെരി ഫാസ്റ്റ് റിയാക്ഷൻസ് എന്ന് പറയും. അതായത് ടൈം വളരെ കുറവ്, വളരെ പെട്ടെന്ന് നടക്കുന്ന റിയാക്ഷൻസ് ആണ് ഇവരൊക്കെ. സോ ഇറ്റ് ഈസ് കൺസിഡർ ആസ് അയോണിക് റിയാക്ഷൻസ്. അടുത്തത് മോഡറേറ്റ് സ്പീഡിൽ നടക്കുന്ന റിയാക്ഷൻസ് ഒക്കെ, അതായത് ഡീകമ്പോസിഷൻ ഓഫ് ഹൈഡ്രജൻ പെറോക്സൈഡ് എന്നൊക്കെ പറഞ്ഞാൽ ഇവർക്ക് ടൈം അങ്ങനെ വലിയ ലാർജ് ടൈം ഒന്നും വേണ്ട, ഒരു മോഡറേറ്റ്, നമുക്കൊരു സെക്കൻഡ്സിലോ മിനിറ്റ്സിലൊക്കെ നമുക്ക് പറയാം, സെക്കൻഡ്സിലോ അല്ലെങ്കിൽ മിനിറ്റ്സിലൊക്കെ ടൈം നടക്കുന്ന റിയാക്ഷൻസ് ആണ് ജനറലി നമ്മൾ മോഡറേറ്റ്. അപ്പോൾ നമ്മൾ ഈ കെമിക്കൽ കൈനറ്റിക്സ് എന്ന ചാപ്റ്ററിൽ മെയിനായിട്ടും പഠിക്കുന്നത് എന്താണ്? ഈ മോഡറേറ്റ് സ്പീഡിൽ നടക്കുന്ന റിയാക്ഷൻസുകളെ പറ്റിയാണ്. അടുത്തതായിട്ട് നമുക്ക് വെരി സ്ലോ റിയാക്ഷൻസ്, അതായത് റസ്റ്റിംഗ് ഓഫ് അയൺ ഒക്കെ അറിയാം, നിങ്ങൾക്ക് തുരുമ്പ് പിടിക്കുന്നുണ്ടെങ്കിൽ വർഷങ്ങൾ എടുക്കുന്ന പ്രോസസ്സാണ്. അപ്പോൾ കുറേ സമയം ആവശ്യമുള്ള റിയാക്ഷൻസിനാണ് നമ്മൾ ജനറലി ഈ ഒരു കാറ്റഗറി പെടുത്തിയിരിക്കുന്നത്. സോ മക്കളെ, അടുത്ത് നോക്കുക. യൂണിറ്റ് ഓഫ് റേറ്റ്. റേറ്റ് നിങ്ങൾക്കറിയാം, ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ബൈ ടൈം അല്ലേ? അപ്പോൾ ഈ റേറ്റ് നമുക്ക് എന്ത് പറയാം? ദാറ്റ് ഈസ് കോൺസെൻട്രേഷൻ ബൈ ടൈം. കോൺസെൻട്രേഷൻ യൂണിറ്റ് എന്താ മക്കളെ? മോൾ ലിറ്റർ. മോൾ ലിറ്റർ ഇൻവേഴ്സ് ബൈ സെക്കൻഡ്. സോ നമുക്ക് യൂണിറ്റ് ഓഫ് റേറ്റ് ആയിട്ട് മോൾ ലിറ്റർ ഇൻവേഴ്സ് ബൈ സെക്കൻഡ് ആണ് ജനറലി നമ്മൾ റേറ്റ് ഓഫ് യൂണിറ്റ് ആയിട്ട് എടുക്കുന്നത്. അത് റേറ്റിൻ്റെ യൂണിറ്റ് ആയിട്ട് എടുക്കുക. ഇനി മക്കളെ, റേറ്റ് എക്സ്പ്രസ് ചെയ്യുന്ന 2 രീതിയിലാണ്. റേറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ടൈംസ് ഓഫ് ആവറേജ് റേറ്റ് ഓർ ഇൻസ്റ്റന്റീനിയസ് റേറ്റ്. ബേസിക്കലി നിങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് പോവുക. ഇപ്പോൾ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ എയിൽ നിന്ന് ബിയിലേക്ക് എത്തി. നിങ്ങളിപ്പോൾ കാറിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ചിന്തിക്കുക. അപ്പോൾ കാറിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, എയിൽ നിന്ന് ബിയിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു 5 മണിക്കൂർ എടുത്താൽ, 5 ഹവേഴ്സ് എടുത്താൽ നമ്മൾ ഈ ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം എടുക്കൂലേ? അതുപോലെയാണ് നമ്മൾ ആവറേജ് റേറ്റ് കാണുക. സോ റേറ്റിൽ എന്താ സംഭവിക്കുക മക്കളെ? റേറ്റ് ഇവിടെ നോക്കുക. നമുക്കിവിടെ ആവറേജ് റേറ്റ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ റേറ്റിൻ്റെ ഗ്രാഫ് എടുക്കുന്നു, കോൺസെൻട്രേഷൻസ് വേഴ്സസ് ടൈം. അപ്പോൾ 2 പോയിന്റ്സ് മാർക്ക് ചെയ്യുന്നു. ആ സമയത്തുള്ള കോൺസെൻട്രേഷൻ നോക്കുക, 2 കേസിലുള്ള കോൺസെൻട്രേഷൻ ബൈ ടൈം എടുക്കുന്നു. അതായത് ഡെൽറ്റ കോൺസെൻട്രേഷൻ ബൈ ഡെൽറ്റ ടി. ഇതാണ് നമ്മൾ ആക്ച്വലി എന്തെടുക്കുന്നത്? റേറ്റ് ആയിട്ട് എടുക്കുന്നത്. ഇനി ഇൻസ്റ്റന്റീനിയസ് റേറ്റ് എന്ന് പറഞ്ഞാലോ, ഇൻസ്റ്റന്റീനിയസ് ഒരു മൈന്യൂട്ട് ടൈമിൽ, അതായത് ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ, കോൺസെൻട്രേഷൻ വേഴ്സസ് ടൈമിൽ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ കൊടുത്താൽ ഈ ഒരു പോയിന്റിലുള്ള ആ ഒരു സ്ലോപ്പ്, അല്ലെങ്കിൽ ആ ടാൻജൻറ്റ് സ്ലോപ്പ് ആയിട്ടാണ് നമ്മൾ കോൺസെൻട്രേഷൻ, അതിനാണ് ആ സമയത്തുള്ള റേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ആക്ച്വലി എന്താണ് മക്കളെ? അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മൈന്യൂട്ട് ടൈം, അതായത് സ്മോൾ ടൈം ഇൻ്റർവെല്ലിൽ നമ്മൾ കൺസിഡർ ചെയ്യണം. ദാറ്റ് ഈസ് dc/dt, അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ വിത്ത് റെസ്പെക്ട് ഒരു സ്മോൾ ടൈം ഇൻ്റർവെല്ലിലേക്ക് കൺസിഡർ ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. സോ മക്കളെ, അടുത്ത് നമ്മൾ നോക്കുന്നു റേറ്റ് ഇൻ ടൈംസ് ഓഫ് സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ്. അപ്പോൾ ഇത് പറയുന്നതിന് മുമ്പ് ആദ്യം നമ്മൾ അറിയണം ഡിസപ്പിയറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്. ജനറലി നിങ്ങൾ മനസ്സിലാക്കുക, ഒരു റിയാക്ഷൻ്റെ കേസിൽ റിയാക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ കുറയുകയാണ് ചെയ്യുക. അപ്പോൾ റിയാക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ കുറയുന്നതുകൊണ്ട് തന്നെ നമുക്ക് പറയാം റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് എന്ന് പറഞ്ഞാൽ -dA/dt അല്ലേ? കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റേറ്റ് കുറയുകയാണ് ചെയ്യുന്നത്. ഇവിടെ നോക്കുക, ബി എന്ന് പറയുന്ന റിയാക്റ്റൻ്റ് ആണ്. ദെർഫോർ നമ്മുടെ ഇവിടെ വരും -dB/dt. കോൺസെൻട്രേഷൻ ടേം ഉണ്ട്, കോൺസെൻട്രേഷൻ dB/dt. അതേപോലെ നിങ്ങൾ കോൺസെൻട്രേഷൻ സീൻ്റെ നോക്കിക്കഴിഞ്ഞാൽ, സി എവിടെയാണ് മക്കളെ? സി പ്രൊഡക്റ്റിലാണ്. സി പ്രൊഡക്റ്റിൽ നിന്ന് കോൺസെൻട്രേഷൻ കൂടിയല്ലേ വരിക. ദെർഫോർ നമുക്ക് എടുക്കാം dC/dt. ആൻഡ് ഇൻ ദി കേസ് ഓഫ് ഡി, അതായത് പ്രൊഡക്റ്റ് തന്നെയാണ് ഡി എന്ന് പറയുന്നതും, അപ്പോൾ അവിടെ നമുക്ക് എടുക്കാം dD/dt. ഇനി ഇതിന് നമ്മളെങ്ങനെ സ്റ്റോഷിയോമെട്രിയിലേക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ നമുക്കൊരു റിയാക്ഷൻ തന്നിട്ടുണ്ട്. ഫോർ എ റിയാക്ഷൻ, നമുക്ക് ഇങ്ങനെ ഒരു റിയാക്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ ആ റിയാക്ഷൻ നെറ്റ് റേറ്റ് എടുക്കുമ്പോൾ സ്റ്റോഷിയോമെട്രിയും കൊണ്ട് നമ്മൾ എന്ത് എടുക്കുന്നു? ഡിസപ്പിയറൻസിന് എടുക്കുന്നു. ദാറ്റ് ഈസ് dA/dt വിച്ച് ഈസ് ഇക്വൽ ടു -1/b ഇൻറ്റു dB/dt
which will be equal to 1 by c into dc by dt and മൈനസ് ഇല്ലാട്ട് മക്കളെ ഡി സി ബൈ ഡി ടി ആൻഡ് ഡി ഡി ബൈ ഡി ടി. ഇതാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. സോ മക്കളെ നോക്കുക, ഇത് ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കോളാം. JEE മെയിൻസ് 2022 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ അറ്റൻഡ് ചെയ്യാൻ നോക്കാം. അതായത് ക്വസ്റ്റ്യൻ നോക്കിക്കോളാം. ഫോർ എ ഗിവൺ കെമിക്കൽ റിയാക്ഷൻ, നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ദാറ്റ് ഈസ് ഫോർ എ ഗിവൺ കെമിക്കൽ റിയാക്ഷൻ ഗാമ എ പ്ലസ് ഗാമ ബി, ഗാമ 1 a പ്ലസ് ഗാമ 1 a പ്ലസ് ഗാമ 2 b ഗീവ്സ് ഗാമ 3 c പ്ലസ് ഗാമ 4 d. ഇവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട് കോൺസെൻട്രേഷൻ ഓഫ് സി ചേഞ്ചസ് വിത്ത് ചേഞ്ചസ് ഫ്രം 10 millimoles to 20 millimoles in 10 seconds. അതായത് 10 സെക്കൻഡ് കൊണ്ട് 10 millimole നിന്ന് 20 millimole ചേഞ്ച് ചെയ്തിരിക്കുന്നു. അപ്പോൾ നമുക്ക് എഴുതാം ഡി സി ബൈ ഡി ടി. എന്താണ് മക്കളെ പറ? ഡി സി ബൈ ഡി ടി ദാറ്റ് ഈസ് ഈക്വൽ ടു 20 minus 10 divided by 10 which is equal to 1 millimole dm cube second inverse. സോ മക്കളെ ഡി സി ബൈ ഡി ടി നമ്മളവിടെ കണ്ടെത്തി കഴിഞ്ഞു. ഇനി നോക്കുക, അടുത്ത പോയിന്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? ദാറ്റ് ഈസ് ഡി ഈസ് അപ്പിയറൻസ്. ദ അപ്പിയറൻസ് ഓഫ് റേറ്റ് ഓഫ് അപ്പിയറൻസ് ഓഫ് ഡി ഈസ് ഈക്വൽ ടു 1.5 ടൈംസ് ഡിസപ്പിയറൻസ് ഓഫ് ബി. അതായത് ഡി ഡി ബൈ ഡി ടി ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 1.5 ഇൻറ്റു ഡി ബി ബൈ ഡി ടി. ഓർ ഐ ക്യാൻ റൈറ്റ് ഡി ഡി ബൈ ഡി ടി 1 by dd by dt which is equal to minus 3/2 into db by dt or 1/3 into dd by dt which will be equal to minus 1/2 into db by dt. ഓക്കെ അല്ലടാ? കേൾക്കുന്നുണ്ടോടാ? ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുന്നു? കണ്ടിന്യൂ ചെയ്യണം മക്കളെ. ഇനി ഇവിടെ നോക്കുക, അടുത്ത് പറഞ്ഞിരിക്കുന്നു റേറ്റ് ഓഫ് അപ്പിയറൻസ് ഓഫ് ബി, റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് ബി. ഡിസപ്പിയറൻസ് ഓഫ് ബി ഈസ് ട്വൈസ് ദി റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് എ. എന്റെ ട്വൈസ് ആണ്, വിച്ച് മീൻസ് നമുക്ക് എന്ത് എഴുതാം? ഡി ബി ബൈ ഡി ടി മൈനസ് ഡി ബി ബൈ ഡി ടി ദാറ്റ് വിൽ ബി ഈക്വൽ ടു മൈനസ് 2 ഇൻറ്റു ഡി എ ബൈ ഡി ടി. അല്ലേടാ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം മൈനസ് 1/2 ഇൻറ്റു ഡി ബി ബൈ ഡി ടി വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് ഡി എ ബൈ ഡി ടി. ഇനി ഇനി നോക്കുക, ദ റേറ്റ് ഓഫ് അപ്പിയറൻസ് ഓഫ് ഡി ഹാസ് ബീൻ എക്സ്പെരിമെന്റലി ഫൗണ്ട് ദാറ്റ് 9 millimole ഡെസിമീറ്റർ ക്യൂബ്. അതായത് ഡി ഡി ബൈ ഡി ടി എന്താണ് തന്നിട്ടുണ്ട്? ഡി ഡി ബൈ ഡി ടി ഈസ് ഈക്വൽ ടു 9 millimole ഡി എം ക്യൂബ് സെക്കൻഡ് ഇൻവേഴ്സ്. ഓക്കെ അല്ലടാ മക്കളെ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം, നമ്മൾ എന്താണ്? ഡി സി ബൈ ഡി ടി നമുക്കറിയാം ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ആണ്. അപ്പോൾ ഡി ഡി ബൈ ഡി ടി നമുക്ക് എത്രയാണ്? 9 എന്ന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്തൂടെ? നമുക്ക് എഴുതാം ഡി ഡി ബൈ ഡി ടി is equal to 9 into dc by dt or I can write 1/3 into dd by dt. ഞാൻ എന്തിന് 1/3 എടുത്തെന്ന് വെച്ചാൽ എൻ്റെ ഇക്വേഷനിൽ ഞാൻ ഇവിടെ 1/3 dd എന്ന് വെച്ചിരിക്കുന്നത്, which will be equal to 3 into dc by dt or it will be equal to 1/3 into dc by dt. ഇപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് ആൾക്കാരെ കിട്ടിയില്ലേ? ഇവിടെ തന്നിരിക്കുന്ന എല്ലാത്തിനും ഒന്ന് ഇക്വേറ്റ് ചെയ്ത മക്കളെ. ദാറ്റ് ഈസ് മൈനസ് ഡി എ ബൈ ഡി ടി ദാറ്റ് വിൽ ബി ഈക്വൽ ടു മൈനസ് 1/2 ഇൻറ്റു ഡി ബി ബൈ ഡി ടി. കണ്ടോ? മൈനസ് ഡി എ ബൈ ഡി ടി എന്താണ്? ഡി ബി ബൈ 1/2 ഡി ബി ബൈ ഡി ടി ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ദാറ്റ് ഈസ് ഈക്വൽ ടു 1/3 ഇൻറ്റു ഡി ഡി ബൈ ഡി ടി. ഇത് നമ്മൾ സോൾവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 1/1/3 ഇൻറ്റു ഡി സി ബൈ ഡി ടി. ഇതിൽ നിന്ന് നമുക്കൊരു ഇക്വേഷൻ ഫ്രെയിം ചെയ്തൂടെ? ഇതിൽ നിന്ന് ഇക്വേഷൻ എങ്ങനെ ഫ്രെയിം ചെയ്യാം? എ പ്ലസ് 2b ഗീവ്സ് 3d പ്ലസ് 1/3 c. ഈ ഒരു ഇക്വേഷൻ നമ്മൾ 1/3 ടേംസിലാണ് കിടക്കുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻറ്റു, വെരി ഗുഡ്, ആൻസർ അവിടെ സോൾവ് ചെയ്ത കുട്ടികളുണ്ടല്ലോ, 1 ഒക്കെ പറയുന്നുണ്ട്. നന്ദിത, വെരി ഗുഡ്. സോ നമുക്ക് എന്ത് കിട്ടി? 3 കിട്ടും. സോ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 3a പ്ലസ് 6b ഗീവ്സ് 9d പ്ലസ് c. അങ്ങനെയാണെങ്കിൽ റേറ്റ് എങ്ങനെ എഴുതാം മക്കളെ? റേറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഡി സി, റേറ്റ് ഈസ് ഈക്വൽ ടു ഡി സി ബൈ ഡി ടി എന്നെടുക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡി സി ബൈ ഡി ടി എത്ര മക്കളെ? 1 ആണ്. 1 millimole ഡെസിമീറ്റർ ക്യൂബ് സെക്കൻഡ് ഇൻവേഴ്സ്. സോ ജയിൽ നോക്കുക, നമ്മൾ ഈ ഒരു ടോപ്പിക്കിലുള്ള ഒരുവിധപ്പെട്ട എല്ലാ കൺസെപ്റ്റും കയറി ഇറങ്ങിയൊരു ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ടാണ് ഞാൻ ഇതിവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കാരണം ഒരുവിധപ്പെട്ട നമുക്ക് ഈ കാര്യങ്ങൾ മുഴുവൻ ഈ ഒരു ക്വസ്റ്റ്യനുകൾ തന്നെ മനസ്സിലാവാനുണ്ട്. സോ മക്കളെ, അടുത്തൊരു ക്വസ്റ്റ്യൻ. ഇൻ ദി ഫോളോയിങ് റിയാക്ഷൻ ദാറ്റ് ഈസ് എക്സ് ഗീവ്സ്, റിയാക്ഷൻ ആണ് എക്സ് എ ഗീവ്സ് വൈ ബി ആണ്. ഇവിടെ തന്നിട്ടുണ്ട് ലോഗ് ഡി മൈനസ് ഡി എ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു ലോഗ് ഡി ബി ബൈ ഡി ടി വിച്ച് ഈസ് ഈക്വൽ ടു 0.3010. മക്കളെ 0.3010 എന്താ അത്? ആക്ച്വലി ഇറ്റ് ഈസ് ലോഗ് 2. നമ്മളിങ്ങനത്തെ ഒരു വാല്യൂസ്, ഇപ്പോൾ ലോഗ് ടേബിളിലുള്ള കുറച്ച് വാല്യൂസ് ഒക്കെ ഉണ്ട്. ലോഗ് 2 എന്ന് പറഞ്ഞാൽ 0.3010 ആണെന്നുള്ളതും അങ്ങനത്തെ വാല്യൂസ് ഒക്കെ നമുക്കൊന്ന് അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഇത് വളരെ ഈസിയായി. ഇനി എന്ത് ചെയ്താൽ മതി?
that is equal to log minus dA by dt is equal to log dB by dt plus log 2. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷന് ആൻറ്റി ലോഗ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും മക്കളെ മൈനസ് ഡി എ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു ഡി ബി ബൈ ഡി ടി ഇൻറ്റു 2. ഓർ യു ക്യാൻ റൈറ്റ് 1/2 ഇൻറ്റു ഡി എ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു ഡി ബി ബൈ 2. ഓർ നമുക്കിതിനെ ഇക്വേഷൻ ആക്കിയാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും മക്കളെ 2a gives b. അപ്പോൾ 2a ചേർന്നാലാണ് b കിട്ടുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ഓപ്ഷൻ നോക്കടാ 2a gives b എന്ന് പറഞ്ഞിട്ട് ഒറ്റ ഓപ്ഷനുള്ളൂ. ദാറ്റ് ഈസ് ഈക്വൽ ടു മക്കളെ ഏതാണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു C2H4ഉം C4H8ഉം. നമ്മുടെ ഓപ്ഷൻ സി ആണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. സോ ഈ രണ്ട് കൺസെപ്റ്റാണ്, അല്ലെങ്കിൽ ഇത് മോഡലിൽ പഠിക്കുന്നത് നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് ജനറലി നമുക്ക് ഈ ഒരു സെക്ഷനിൽ പ്രതീക്ഷിക്കാവുന്നത്. സോ മക്കളെ നമ്മൾ എന്ത് ചെയ്യുന്നു? ലോ ഓഫ് മാസ് ആക്ഷൻ, അത് റേറ്റ് ലോ എക്സ്പ്രഷൻസിലേക്ക് നമ്മൾ കയറുകയാണ്. ലോ ഓഫ് മാസ് ആക്ഷൻ എടുക്കുന്നു. എന്താണ് മക്കളെ നോക്കിക്കോളുക. ദാറ്റ് ഈസ് AA plus BB. AA plus BB gives CC plus DD. അപ്പോൾ അക്കോർഡിംഗ് ടു ലോ ഓഫ് മാസ് ആക്ഷൻ നമ്മൾ പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് റേറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ടൈം റേസ് ടു ഇറ്റ്സ് സ്റ്റോഷിയോമെട്രി A ആൻഡ് കോൺസെൻട്രേഷൻ ഓഫ് B റേസ് ടു സ്റ്റോഷിയോമെട്രി B. എന്നാൽ നമ്മൾ ജനറലി റേറ്റ് ലോ എക്സ്പ്രഷൻ ആയിട്ട് ഇതല്ല എടുക്കാറ്. ജനറലി നമ്മൾ റേറ്റ് ലോ എക്സ്പ്രഷൻ ആയിട്ട് എന്തെടുക്കും മക്കളെ? വി ആർ ടേക്കിംഗ് ദാറ്റ് ഈസ് ഈക്വൽ ടു റേറ്റ് ഈസ് ഈക്വൽ ടു A റേസ് ടു X ഇൻറ്റു റേറ്റ് ഈസ് ഈക്വൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു A റേസ് ടു X ഇൻറ്റു B റേസ് ടു Y. വേർ എക്സും വൈയും ഇതിൽ നമ്മൾ എക്സും വൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ജനറലി എങ്ങനെയാണ് എക്സ്പെരിമെൻ്റലി നമ്മൾ കണ്ടെത്തുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ ലോ ഓഫ് മാസ് ആക്ഷൻ പ്രകാരം നമുക്ക് റേറ്റിന് റേറ്റ് കോൺസ്റ്റന്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എഴുതാം റേറ്റ് ഈസ് ഈക്വൽ ടു K ഇൻറ്റു A റേസ് ടു A ഇൻറ്റു B റേസ് ടു B. എടാ മക്കളെ കേൾക്കുന്നുണ്ടോ? കേൾക്കാമോടാ? ഓഡിബിൾ ആണോ? ഹലോ, ഓക്കെ. റേറ്റ് ഈസ് ഈക്വൽ ടു ദെൻ നമുക്ക് നോക്കാം. ഇനി എക്സ്പ്രഷൻ റേറ്റ് ലോ എക്സ്പ്രഷൻ അല്ലെങ്കിൽ എക്സ്പെരിമെൻ്റലി നമ്മൾ പറയുകയാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് റേറ്റ് ഈസ് ഈക്വൽ ടു K ഇൻറ്റു A റേസ് ടു X ഇൻറ്റു B റേസ് ടു Y ആയിട്ട് എടുക്കുന്നു. ഇവിടെ നമുക്ക് പറയാം എക്സും വൈയും മേ ഓർ മേ നോട്ട് ബി ഈക്വൽ ടു A ആൻഡ് B. അതായത് ഇത് എക്സ്പെരിമെൻ്റൽ ആയതുകൊണ്ട് തന്നെ നമുക്കിത് മേ ഓർ മേ നോട്ട് ആയിരിക്കും ഉണ്ടാവുക. നിർബന്ധമായിട്ട് ഇത് ഉണ്ടാവണം എന്നില്ല. താങ്ക് യു. കേൾക്കുന്നുണ്ടോ? ഓക്കെ. നോ നമ്മൾ റേറ്റ് ലോയും റേറ്റ് കോൺസ്റ്റന്റുകളെയും കൺസിഡർ ചെയ്യാം മക്കളെ. അപ്പോൾ നമ്മൾ പറഞ്ഞു റേറ്റ് ലോ എക്സ്പ്രഷൻ ജനറലി പറയുന്നത് എന്താണ്? അത് എക്സ്പെരിമെൻ്റൽ ക്വാണ്ടിറ്റി ആയിട്ടാണ്. ദാറ്റ് ഈസ് റേറ്റ് ഈസ് ഈക്വൽ ടു K ഇൻറ്റു A റേസ് ടു X ഇൻറ്റു B റേസ് ടു Y ആയിട്ടാണ്. വേർ ഈ എക്സും വൈയും കൂടെ കൂട്ടിയാൽ നമുക്കൊരു വാല്യൂ കിട്ടൂലേ? ആ ഒരു വാല്യൂക്ക് നമ്മൾ വിളിക്കുന്നവരാണ് ഓർഡർ. അപ്പോൾ റേറ്റ് ലോ എക്സ്പ്രഷൻ ബിക്കോസ് ഇത് എക്സ്പെരിമെൻ്റൽ ക്വാണ്ടിറ്റി ആണ് കേട്ടോ. അപ്പോൾ ഓർഡർ ആയിട്ട് നമ്മൾ എടുക്കുന്നത് എന്താണ്? എക്സും വൈയും കൂടെ കൂട്ടിയാൽ നമുക്ക് എന്താണോ കിട്ടുക ദാറ്റ് വി ക്യാൻ കൺസിഡർ ആസ് ഓർഡർ ഓഫ് ദി. ഇപ്പോൾ മക്കളെ റേറ്റ് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ കോൺസ്റ്റന്റ് വിച്ച്, അതായത് റേറ്റ് ഡിറ്റർമിൻ ചെയ്യുന്നത് A റേസ് ടു Xൽ B റേസ് ടു Yന് നമ്മൾ ഇക്വാലിറ്റി എടുക്കാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന കോൺസ്റ്റൻ്റാണ് നമ്മൾ റേറ്റ് കോൺസ്റ്റന്റ് എന്ന് പറയാം. അപ്പോൾ ഈ റേറ്റ് കോൺസ്റ്റന്റ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് അധികവും ചോദിക്കുന്നത് എന്താ മക്കളെ? റേറ്റ് കോൺസ്റ്റന്റ് വെച്ചിട്ട് ഈസി ആയിട്ട് നമുക്ക് അതിൻ്റെ അകത്ത് പോകാനുള്ളതാണ്. റേറ്റ് കോൺസ്റ്റന്റ് യൂണിറ്റ്സ് ആണ് നമുക്ക് വേണ്ടത്. ഇവിടെ നോക്കാം മക്കളെ റേറ്റ് കോൺസ്റ്റന്റ് യൂണിറ്റ് ആയിട്ട് ദാറ്റ് ഈസ് മോൾ റേസ് ടു 1 minus n into L raised to n minus 1 into S raised to inverse. അപ്പോൾ നിങ്ങൾ ഇവിടെ L raised to n minus 1 കിട്ടിയിട്ടുണ്ട് അല്ലേടാ? അപ്പോൾ L raised to n minus 1 നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഒരു വസ്തുവിൽ റേറ്റ് കോൺസ്റ്റന്റിൽ L raised to n minus 1 ആണെങ്കിൽ എന്താണോ ദിസ് n minus 1 അതായിരിക്കും. അതിൽ n സോൾവ് ചെയ്താൽ n കോൺസ്റ്റന്റ് സോൾവ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ n ആയിരിക്കും നമ്മുടെ റേറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഇക്വേഷൻ്റെ അല്ലെങ്കിൽ മീൻസ് ആ ഒരു റിയാക്ഷനിലുള്ള ഓർഡർ എന്ന് പറയുന്നത്. ഇപ്പോൾ 2023 അതായത് കഴിഞ്ഞ വർഷം നിങ്ങൾ നോക്കുക 2023 വെരി റീസെൻറ്റ് ഇയറിൽ നമുക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? ഫോർ ദി കൺവേർഷൻ ഓഫ് എ കോമ്പൗണ്ട് A to B the rate constant of the reaction was found to be 4 into 10 raised to minus 5 liter mole second inverse. അപ്പോൾ ഇവിടെ യൂണിറ്റിൽ എന്താ മക്കളെ? ലിറ്റർ മോൾ ഇൻവേഴ്സ് സെക്കൻഡ് ഇൻവേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലിറ്റർ മോൾ ഇൻവേഴ്സ് സെക്കൻഡ് ഇൻവേഴ്സ് എന്നാണ് നമ്മുടെ യൂണിറ്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ലിറ്റർ റേസ് ടു എന്താണ്? ലിറ്റർ റേസ് ടു 1 ആണ്. വിച്ച് ഈസ് ഈക്വൽ ലിറ്റർ റേസ് ടു n minus 1 ആയിട്ട് നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. സോ 1 ഈസ് ഈക്വൽ ടു n minus 1 അല്ലേടാ? 1 ഈക്വൽ ടു n minus 1 ആണ്. അങ്ങനെയാണെങ്കിൽ n വിൽ ബി ഈക്വൽ ടു 1 plus 1 വിച്ച് ഈസ് ഈക്വൽ ടു 2. സോ ഓർഡർ ഓഫ് ദി റിയാക്ഷൻ 2 കിട്ടിയോ? വളരെ ഈസി ആയിട്ട് വെരി ലാസ്റ്റ് ഇയറിൽ നമുക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പം നമുക്ക് ഈ ഒരു ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് എന്തുണ്ട് ഇതിനകത്തുണ്ട്. വെരി ഗുഡ് ആണ്. 2 വരുന്നുണ്ട്. സോ നമുക്ക് നോക്കാം. ഇനി അടുത്ത് നമ്മൾ പോകുന്നത് എങ്ങോട്ടൊക്കെയാണ് മക്കളെ?
ഓർഡർ ആൻഡ് മോളിക്കുലാരിറ്റി ഓഫ് എ റിയാക്ഷൻ. ഒരു റിയാക്ഷൻ്റെ ഓർഡർ എന്താണ്, അല്ലെങ്കിൽ ഒരു റിയാക്ഷൻ്റെ മോളിക്കുലാരിറ്റി എന്താണ്, ഇതിനെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നോക്കുക മക്കളെ, മോളിക്കുലാരിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കൊരു റിയാക്ഷൻ ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് ബേസിക്കലി ഒരു തിയററ്റിക്കൽ കൺസെപ്റ്റ് ആണെന്ന് പറയാം. അതായത് നമുക്കൊരു റിയാക്ഷൻ ഉണ്ടെങ്കിൽ ആ റിയാക്ഷനിൽ എത്ര മോളിക്യൂൾസ് അറ്റ് എ ടൈം പങ്കെടുക്കുന്നു അതിനെയാണ് നമ്മൾ മോളിക്കുലാരിറ്റി ആയിട്ട് പഠിക്കുന്നത്. സോ ഇറ്റ് ക്യാനോട്ട് ബി സീറോ. അതായത് 0 മോളിക്യൂൾസ് വന്ന് കമ്പൈൻ ചെയ്തിട്ട് റിയാക്ഷൻ പങ്കെടുക്കാൻ പറ്റുമോ? 0 മോളിക്യൂൾസ് ഏതെങ്കിലും റിയാക്ഷനിൽ പങ്കെടുക്കൂടാ? ഇല്ല. സോ 0 ആണ്, അല്ലെങ്കിൽ 0 വരില്ല. ദെൻ ഫ്രാക്ഷണലായിട്ട് മോളിക്യൂൾസ് പങ്കെടുക്കാൻ പറ്റില്ല. ആൻഡ് ഇറ്റ് ക്യാനോട്ട് ബി ഇൻഫിനിറ്റും ആവാൻ പറ്റില്ല, ഇമാജിനറി ആവാൻ പറ്റില്ല. ആൻഡ് നോട്ട് ഡിഫൈൻഡ് ഫോർ എ കോംപ്ലക്സ് റിയാക്ഷൻ. മക്കളെ, ഒരു കോംപ്ലക്സ് റിയാക്ഷൻ്റെ കേസിൽ നമുക്ക് ഒരിക്കലും മോളിക്കുലാരിറ്റി എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാൻ പറ്റില്ല. കാരണം ആ റിയാക്ഷൻ ഓരോരോ സ്റ്റെപ്പിലാണ് നടക്കുന്നത്. എന്താണ് കോംപ്ലക്സ് റിയാക്ഷൻ നമ്മൾ വരുന്നുള്ളൂ. അപ്പോൾ കോംപ്ലക്സ് റിയാക്ഷൻ്റെ കേസിലേക്ക് നമുക്ക് എന്താണ് മോളിക്കുലാരിറ്റി ഒരിക്കലും പറ്റില്ല, പറയാൻ പറ്റില്ല. ബിക്കോസ് ഈ ഒരു റിയാക്ഷൻ നടക്കുന്നപ്പോഴാണ് ഓരോരോ സ്റ്റെപ്പിലാണ്. ആൻഡ് എക്സ്പെരിമെൻ്റലി ഡിറ്റർമിൻ ക്വാണ്ടിറ്റി. അപ്പോൾ ഓർഡർ നോക്കിക്കഴിഞ്ഞാൽ, ഓർഡർ ഞാൻ പറഞ്ഞു, ഓർഡർ ഈസ് എക്സ്പെരിമെൻ്റൽ ക്വാണ്ടിറ്റിയാണ്. അത് എക്സ്പെരിമെൻ്റലി നമുക്ക് കണ്ടെത്താൻ കഴിയത്തുള്ളൂ. ആൻഡ് ഇറ്റ് ക്യാൻ ബി ഈവൻ 0, പോസിറ്റീവ്, നെഗറ്റീവ് ഓർ ഫ്രാക്ഷൻ ഓർഡർ റിയാക്ഷൻസ് ഉണ്ട്, നെഗറ്റീവ് ഓർഡർ റിയാക്ഷൻസ് ഉണ്ട്, 0 ഓർഡർ റിയാക്ഷൻസ് ഒക്കെ ഉണ്ട്. സോ അങ്ങനത്തെയാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇറ്റ് ക്യാൻ ബി ടേക്കൺ ഫോർ ബോത്ത് എലമെൻ്ററി ആൻഡ് കോംപ്ലക്സ് റിയാക്ഷൻ. ഒരു എലമെൻ്ററിയോ ഒരു കോംപ്ലക്സ് റിയാക്ഷൻ്റെ കേസിലും നമുക്ക് എന്തെടുക്കാൻ പറ്റും, ഓർഡറിനെ കൺസിഡർ ചെയ്യാൻ പറ്റും. ആൻഡ് മോളിക്കുലാരിറ്റി ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു. മോളിക്കുലാരിറ്റി 3ൽ കൂടുതൽ. കാരണം ചിന്തിക്കുക, 3ൽ കൂടുതൽ മോളിക്യൂൾസ് ഒരേ സമയം വന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല മക്കളെ, കമ്പൈൻ ചെയ്യപ്പെടില്ല. അതുകൊണ്ട് മോളിക്കുലാരിറ്റി ഈസ് ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. ഇനി ടു ഡിറ്റർമിൻ ദ ഓർഡർ വിത്ത് റെസ്പെക്ട് ടു ഈച്ച് റിയാക്റ്റൻറ്റ്. നമ്മളൊരു റിയാക്റ്റൻ്റെ ഓർഡർ ഡിറ്റർമിൻ ചെയ്യാനാണ് നമ്മുടെ ചോദിച്ചിരിക്കുന്നത്. ഏതെങ്കിലും റിയാക്റ്റൻ്റെ ഓർഡർ നമുക്ക് ഈ റൂൾസ് ഫോളോ ചെയ്യാം. അതായത് കീപ്പിംഗ് ദ കോൺസെൻട്രേഷൻ ഓഫ് എ റിയാക്റ്റൻറ്റ് കോൺസ്റ്റൻറ്റ് ആൻഡ് അതറിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡബിൾ ചെയ്യുന്നു. നമ്മൾ ഡബിൾ ചെയ്യുമ്പോൾ റേറ്റും ഡബിൾ ആവുന്നുണ്ടെങ്കിൽ ഓർഡർ എന്താണ്, വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് ഈസ് ഫസ്റ്റ് ഓർഡർ. ആൻഡ് ഇഫ് ഇറ്റ് ഈസ് ഡബിൾഡ് ഓർ ട്രിപ്പിൾഡ് ആൻഡ് നോ എഫക്റ്റ് ആണെങ്കിൽ, നമ്മൾ ഡബിൾ ചെയ്തു, ട്രിപ്പിൾ ചെയ്തു, ഒരു ക്വാർട്ടറേറ്റ് ചെയ്തു, അല്ലെങ്കിൽ ഹാഫ് ചെയ്തു, പലതും ചെയ്ത് നോക്കി, എന്നിട്ടും ഒരു എഫക്റ്റും ഉണ്ടാക്കുന്നില്ലെങ്കിൽ വിച്ച് മീൻസ് ഇറ്റ് ഈസ് വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് ഈസ് 0 ഓർഡർ. ഓർ ഡബിൾഡ് ആണ്, അപ്പോൾ 4 ടൈംസ് കൂടി, ഡബിൾ ചെയ്തപ്പോൾ 4 ടൈംസ് കൂടിയെങ്കിൽ വി ക്യാൻ കോൾ ഇറ്റ് സെക്കൻഡ് ഓർഡർ ആണ് വിത്ത് റെസ്പെക്ട് ടു ദാറ്റ്. ഓർ നിങ്ങൾ ട്രിപ്പിൾ ചെയ്തപ്പോൾ 9 ടൈംസ്, അതായത് സ്ക്വയറിലാണ് കൂടിയെന്ന്, സ്ക്വയർലി കൂടുവാണെങ്കിൽ വി ക്യാൻ കോൾ ഇറ്റ് സെക്കൻഡ് ഓർഡർ. നിങ്ങൾ ഹാഫ് ചെയ്തപ്പോൾ ഹാഫ് ചെയ്തെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ഓർഡർ. ഡയറക്റ്റ്ലി ആണ് റിലേഷൻ വന്നിരിക്കുന്നത്. നിങ്ങൾ ഹാഫ് ചെയ്തപ്പോൾ 1/4 ആണ്, അതായത് ഹാഫ് ചെയ്തപ്പോൾ 1/2ൻ്റെ സ്ക്വയർ ആയിട്ടുള്ള 1/4 ടൈംസിലാണ് കൂടിയിരിക്കുന്നത്, വിച്ച് മീൻസ് ദാറ്റ് ഈസ് ഈക്വൽ ടു സെക്കൻഡ് ഓർഡർ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു ക്വസ്റ്റ്യൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു റിയാക്ടിനെ എക്സ്പെരിമെൻ്റലി അല്ലെങ്കിൽ ഒരു മറ്റൊരു റിയാക്ടിൻ്റെ റേറ്റ് കോൺസ്റ്റൻ്റ് ഒക്കെ നിങ്ങൾക്ക് തരും. ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് സോൾവ് ചെയ്യുന്നത് രീതി ഇതാണ്. സോ മക്കളെ, ഇവിടെ ദ റേറ്റ് ഫോർ ലോ ഫോർ ദി റിയാക്ഷൻ ഈസ്, ഒരു റിയാക്ഷൻ്റെ റേറ്റ് ലോ നമുക്ക് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് x+y ഗീവ്സ് z. ഇതാണ് റിയാക്ഷൻ. ഇതിൻ്റെ റേറ്റ് തന്നിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഓർഡറും മോളിക്കുലാരിറ്റി നിങ്ങൾക്ക് ഈസി ആയിട്ട് പറയാം, ഇറ്റ് ഈസ് ആൻ എലമെൻ്ററി റിയാക്ഷൻ. ഈ റിയാക്ഷൻ്റെ മോളിക്കുലാരിറ്റി എന്ത് പറയാം മക്കളെ, മോളിക്കുലാരിറ്റി 1, ഇവിടെ 1, 2 മോളിക്യൂൾസ് അല്ലേ ഇവിടെ റിയാക്ഷനിൽ പങ്കെടുത്തിട്ടുള്ളത്, 2 മോളിക്യൂൾസ് ആണ് മൊത്തത്തിൽ പങ്കെടുത്തിട്ടുള്ളത്. സോ മോളിക്കുലാരിറ്റി എന്ത് വരും, മോളിക്കുലാരിറ്റി നമുക്ക് പറയാം 3 ആണെന്ന് പറയാം. ഇനി ഓർഡർ കിട്ടാൻ, ഓർഡർ ഈസ് ഈക്വൽ ടു x+y അല്ലേ, x ഇവിടെ എന്താണ് 3/2 പ്ലസ് -1/2, ദാറ്റ് ഈസ് ഈക്വൽ ടു 3/2 - 1/2 വിച്ച് ഈസ് ഈക്വൽ ടു 1. 3/2/2 വരും മക്കളെ. 2/2 വന്നു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 1 ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഇനി അടുത്തത് ഫോർ എ കെമിക്കൽ റിയാക്ഷൻ, ഓർഡറിൻ്റെ ഒരു കൺസെപ്റ്റ് തന്നെയാണ് അടുത്തതും. എക്സ് ചേഞ്ചസ് ടു വൈ, എക്സ് എന്ത് ചെയ്തു, വൈ ആയിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ ദ റേറ്റ് ഓഫ് റിയാക്ഷൻ ഇൻക്രീസസ് ബൈ ഫാക്ടർ ഓഫ് 1.837 വെൻ കോൺസെൻട്രേഷൻ ഓഫ് എക്സ് ഈസ് ഇൻക്രീസ് ബൈ 1.5 ടൈംസ്. നമുക്ക് ആദ്യം എഴുതി നോക്കാം. റേറ്റ് ആർ ഈസ് ഈക്വൽ ടു k ഇൻറ്റു x⁻n. നിങ്ങളുടെ റേറ്റ് എന്തായി മാറുന്നു, റേറ്റ് ബിക്കം 1.837 r വെൻ k concentration of 1.5 into x⁻n, or I can say 1.837 r which is equal to k into 1.5 into x⁻n. ഞാൻ ഇത് ഇക്വേഷൻ നമ്പർ 2 എടുക്കുന്നു, ഇക്വേഷൻ നമ്പർ 1 എടുക്കുന്നു. 1ഉം 2ഉം കൂടെ ഞാൻ ഡിവൈഡ് ചെയ്യുന്നു മക്കളെ. എന്ത് സംഭവിക്കും, ഇവിടെ r ഈക്വൽ ടു k x⁻n ആയിട്ട് എടുക്കുന്നു. x⁻n ക്യാൻസൽ ചെയ്തു, kയും ക്യാൻസൽ ചെയ്തു, r ക്യാൻസൽ ചെയ്തു. സോ യു വിൽ ഗെറ്റ് 1.837 ഈക്വൽ ടു 1.5 ഹോൾ റേസ് ടു n. നമ്മളിവിടം വരെ എത്തി. ഇനി നമുക്കിത് എങ്ങനെ സോൾവ് ചെയ്യാം.
ഇത് എങ്ങനെ സോൾവ് ചെയ്യാം? നിങ്ങൾ നോക്കുക, 1.5 എടുത്തു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഇക്വൽ ടു 1.5. 1.5 എടുത്തു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 2.25. സോ നമ്മുടെ വാല്യൂ ഷുഡ് ബി, നമ്മൾ പെട്ടെന്ന് ആൻസർ കിട്ടാണ്, നമ്മൾ ലോഗ് ഒന്നും എടുക്കാതെ പെട്ടെന്ന് ആൻസറിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? അപ്പോൾ വാല്യൂ എവിടെ ആയിരിക്കണം? 1നും 2നും ഇടയിലായിരിക്കണം. സോ ആൻസർ വിൽ ബി 1.5. ഓക്കെ. സോ മക്കളെ, അടുത്തത് നമ്മൾ സ്യൂഡോ ഓർഡർ റിയാക്ഷൻസിനെ കുറിച്ച് പറയാൻ പോവാണ്. സ്യൂഡോ ഓർഡർ റിയാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റിയാക്ഷനിൽ നമുക്ക് സ്യൂഡോ റിയാക്ഷൻസ് നമുക്ക് 2 എണ്ണമാണ് ബേസിക്കലി ഉള്ളത്. ഒന്ന് നമ്മൾ എന്താ പറയുന്നത്, ഒന്ന് നമ്മൾ സൂക്രോസിൻ്റെ ഇൻവേർഷൻ ചെയ്യുകയാണ്. അതായത് സൂക്രോസിനെ കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടുന്നു? ഗ്ലൂക്കോസ് അല്ലെങ്കിൽ ഫ്രക്ടോസ് കിട്ടുന്നു. ഇനി അതേപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ റിയാക്ഷൻ ആയിട്ടുള്ളത് ഏതാണ്? C2H5 COO CH3 റിയാക്ട് വിത്ത് H2O. നമുക്ക് എന്ത് കിട്ടും? C2H5 OH പ്ലസ് CH3 COOH. ഓക്കെ, നമുക്കിവിടെ 2 പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുന്നു. സോ നമുക്ക് അതായത് നമ്മൾ എന്ത് ചെയ്ത് എസ്റ്റർ ഹൈഡ്രോളിസിസ് നടത്തി കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ഓക്കെ മക്കളെ, എസ്റ്ററിനെ ഹൈഡ്രോളിസിസ് നടത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുന്നു? പ്രൊഡക്റ്റ് കിട്ടുന്നു. ഈ 2 കേസിലും നമ്മൾ വാട്ടറിൻ്റെ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? എക്സസ് ആയിട്ട് എടുക്കുന്നു. സോ അതിൻ്റെ അർത്ഥം വാട്ടറിൻ്റെ എമൗണ്ട് ഹൈലി എക്സസ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ടും വൺ ഓഫ് ദി കോമ്പൗണ്ട്, അത് വാട്ടറിൻ്റെ എമൗണ്ട് എക്സസ് ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് മിയർലി ലൈക്ക് എ കോൺസ്റ്റന്റ്. വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ അവിടെ വലിയ കാര്യമായിട്ട് ചേഞ്ച് ചെയ്യുന്നില്ല എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ജനറലി നമുക്ക് റേറ്റ് ഈസ് ഈക്വൽ ടു, ഇപ്പോൾ വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ ഒരു കോൺസ്റ്റന്റ് ആക്കി നിർത്തി കഴിഞ്ഞാൽ റേറ്റ് വിൽ ബി ഈക്വൽ ടു വൺ ഓഫ് ദി സബ്സ്റ്റൻസ് റേസ്. അതിൽ ഏതെങ്കിലും ഒരെണ്ണം, അതായത് ഈ ഫോർ എക്സാമ്പിൾ ഇൻവേർഷനിലാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? ആ സൂക്രോസിൻ്റെ കോൺസെൻട്രേഷൻ മാത്രമാണ്, അല്ലെങ്കിൽ എസ്റ്ററിലാണെങ്കിൽ എസ്റ്ററിൻ്റെ കോൺസെൻട്രേഷൻ ആണ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു കോമ്പൗണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. സോ അത് റേസ് ടു 1 എന്ന് പറയും. സോ ഓർഡർ ക്യാൻ ബി റിട്ടൺ ആസ് 1. അതായത് ദ റിയാക്ഷൻ ഈസ് ബൈമോളിക്കുലർ, അല്ലെങ്കിൽ റിയാക്ഷൻ ഈസ് അപ്പിയേഴ്സ് ടു ബി ഹയർ ഓർഡർ. കാഴ്ചയ്ക്ക് ഒരു ഹയർ ഓർഡർ പോലെ നമുക്ക് തോന്നിയെങ്കിലും ഇറ്റ് ആക്ച്വലി ഫോളോസ് ദി ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ്. അങ്ങനെ വരുന്ന റിയാക്ഷൻസിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ജനറലി സ്യൂഡോ ഓർഡർ റിയാക്ഷൻസിൽ പറയാറ്. ഇനി അടുത്ത മക്കളെ, എലമെന്ററി റിയാക്ഷൻസ് ആൻഡ് കോംപ്ലക്സ് റിയാക്ഷൻസ്. ഈ എലമെന്ററി റിയാക്ഷൻസും കോംപ്ലക്സ് റിയാക്ഷൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ, എ എന്ന് പറഞ്ഞൊരു വസ്തു വെൻ ഇറ്റ് ചേഞ്ചസ് ടു ബി, അല്ലെങ്കിൽ നമുക്കറിയാം എ പ്ലസ് ബി ചേഞ്ചസ് ടു ഒരു പ്രൊഡക്റ്റായി മാറുന്നു എന്ന് എഴുതാം. എ പ്ലസ് ബി ഒരു പ്രൊഡക്റ്റായിട്ട് മാറുവാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? അവിടെ ആക്ച്വലി എയും ബിയും കൺവേർട്ടഡ് ഇൻ ടു പ്രൊഡക്റ്റ്. അതായത് ഇവിടെ ഈ റിയാക്ഷനിൽ ഇതൊരു സിംഗിൾ സ്റ്റെപ്പിലാണ് ഈ റിയാക്ഷൻ നടക്കുന്നതെങ്കിൽ നമ്മളിവിടെ എന്ത് ചെയ്യുന്നു? ഇതിനെ ഒരു എലമെൻ്ററി റിയാക്ഷനായിട്ട് പഠിക്കുന്നു. എലമെൻ്ററി റിയാക്ഷൻ. അങ്ങനത്തെ ഒരു കേസിൽ ദ ഓർഡർ വിൽ ബി ഈക്വൽ ടു മോളിക്കുലാരിറ്റി. അതായത് ഈ ഒരു കേസിൽ നമുക്ക് എഴുതാം റേറ്റ് ഈസ് ഈക്വൽ ടു K ഇൻറ്റു A raised to 1 ഇൻറ്റു B raised to 1. അപ്പോൾ ഇവിടെ എന്ത് ഓർഡർ മോളിക്കുലാരിറ്റി നമുക്ക് എന്ത് എഴുതാം? സെയിം ആയിട്ട് എടുക്കാം. സോ മക്കളെ, ഇനി എ ഗീവ്സ്, അടുത്തൊരു റിയാക്ഷൻ നിങ്ങൾ നോക്കുക, എ പ്ലസ് ബി ഗീവ്സ് പ്രൊഡക്റ്റ് തന്നെ, പക്ഷേ ഇതൊരു മൾട്ടി സ്റ്റെപ്പാണ്. നടക്കുമോ? എ പ്ലസ് ബി ഒരു മൾട്ടി സ്റ്റെപ്പ് റിയാക്ഷനായിട്ട് നടക്കുമോ? പ്രൊഡക്റ്റ് കിട്ടുമ്പോൾ ഒരു മൾട്ടി സ്റ്റെപ്പായിട്ട് നടക്കുമോ? നടക്കാം. കാരണം എയിൽ നിന്ന് നമുക്ക് ആദ്യം എങ്ങോട്ട് പോകാം? എ സ്റ്റാർ എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻ്റർമീഡിയറ്റിലേക്ക് പോകാം. ആൻഡ് ദിസ് എ സ്റ്റാർ റിയാക്ട് വിത്ത് ബി ഗീവ്സ് എന്താവുന്നു? പ്രൊഡക്റ്റ് ആവുന്നു. ഇങ്ങനെ നടക്കുവാണെങ്കിൽ 2 സ്റ്റെപ്പ് റിയാക്ഷൻ ആയില്ലേ? അപ്പോൾ ഇങ്ങനെ നടക്കുന്ന റിയാക്ഷൻസ് ജനറലി നമ്മൾ പറയുന്നവരാണ് കോംപ്ലക്സ് റിയാക്ഷൻസ്. അപ്പോൾ ഈ കോംപ്ലക്സ് റിയാക്ഷൻസിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എന്താടാം? നമുക്ക് JEEയിൽ കാണാൻ പറ്റുന്നുണ്ട്. സോ നോക്കുക, ഇവിടെ ഒരു കൺസിഡർ റിയാക്ഷൻ. നമ്മൾ ഈ റിയാക്ഷൻ ആക്ച്വലി കാണുമ്പോൾ നമുക്കിത് എന്താണ്? ഒരു സിംഗിൾ സ്റ്റെപ്പിൽ നടക്കുന്ന പോലെയാണ് തോന്നുക. 2O3 ഗീവ്സ് 3O2, ഒരു സിംഗിൾ സ്റ്റെപ്പ് പോലെ. പക്ഷേ ഇതാ ഇതിനൊരു സ്റ്റെപ്പ് 1 ഉണ്ട്, സ്റ്റെപ്പ് 2 ഉണ്ട്. ഇവിടെ ഇതൊരു ഇൻ്റർമീഡിയറ്റ് ആണ് വിച്ച് ഈസ് അൺസ്റ്റേബിൾ. അപ്പോൾ നമ്മൾ ഇൻ്റർമീഡിയറ്റ് എന്തായിരിക്കണം? അൺസ്റ്റേബിൾ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്, കാരണം നേസൻ്റ് ഓക്സിജൻ ആണ്. സോ ഈ റിയാക്ഷൻ റേറ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരു കോംപ്ലക്സ് റിയാക്ഷൻ റേറ്റ് എടുക്കുമ്പോൾ ആ റിയാക്ഷൻ്റെ റേറ്റ് എപ്പോഴും നമ്മൾ എടുക്കുന്നത് അതിൻ്റെ സ്ലോവസ്റ്റ് സ്റ്റെപ്പിനെ കമ്പയർ ചെയ്തിട്ടാണ്. ഒരു കോംപ്ലക്സ് റിയാക്ഷൻ റേറ്റ് എപ്പോഴും നമ്മൾ അതിൽ സ്ലോവസ്റ്റ് സ്റ്റെപ്പിനെ കമ്പയർ ചെയ്യാം. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന റിയാക്ഷൻ നോക്കാം മക്കളെ, ഇതിൻ്റെ സ്ലോവസ്റ്റ് സ്റ്റെപ്പ് ഏതാണ്? സ്ലോവസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റിയാക്ഷൻ ആണ്. സോ റേറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് റേറ്റ് ഈസ് ഈക്വൽ ടു K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് O ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് O3. റേറ്റ് ഈസ് ഈക്വൽ ടു K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് O ഇൻറ്റു O3. പക്ഷേ ഈ O എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇൻ്റർമീഡിയറ്റ് ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ അതിൻ്റെ നേരെ മേഖലയിലുള്ള റിയാക്ഷനിലേക്ക് നോക്കുക. നമ്മൾ എന്തെടുക്കുന്നു? അവിടുന്ന് Kc ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് O2 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് O ഡിവൈഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് O3. ഓക്കെ, ഇതിൽ നിന്ന് നിങ്ങൾ കോൺസെൻട്രേഷൻ ഓഫ് O എന്ന് സോൾവ് ചെയ്തേ എന്ത് കിട്ടും? Kc ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് O3 ഡിവൈഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് O2 എന്ന് കിട്ടും. അല്ലേടാ? അങ്ങനെയാണെങ്കിൽ ആദ്യം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അത് നമ്മൾ റേറ്റിൽ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? റേറ്റ് ഈസ് ഈക്വൽ ടു K ഇൻറ്റു
concentration of K into Kc into K into Kc into concentration of O3 divided by O2 into O3, or that is equal to എന്തെഴുതാം മക്കളെ? That is equal to K dash into O3 square O2 raised to minus 1. സോ നമുക്കിങ്ങനെ എന്താ ഓർഡർ ആയിട്ട് എടുക്കാൻ പറ്റും. സോ ഇങ്ങനെയാണ് നമ്മൾ ഓർഡർ ഓഫ് റിയാക്ഷൻസ് കമ്പയർ ചെയ്യുന്നത്. സോ മക്കളെ നോക്കുക, നെക്സ്റ്റ് വി ആർ മൂവിങ് ടു ഇൻ്റഗ്രേറ്റഡ് ഇക്വേഷൻസ്. അടുത്ത നമ്മുടെ ഒരു ടോപ്പിക്കായിട്ട് നമ്മൾ എടുക്കാൻ പോകുന്നത് ഏതാണ്? ഇൻ്റഗ്രേറ്റഡ് ഇക്വേഷൻസ് എന്ന് പറഞ്ഞൊരു സെക്ഷനിലേക്കാണ്. നോക്കുക മക്കളെ, നമ്മൾ ഫസ്റ്റത്തെ സീറോ ഓർഡർ റിയാക്ഷൻസ്. നമ്മൾ പല ടൈപ്പ് റിയാക്ഷൻസ് നമ്മുടെ കയ്യിലുണ്ടെങ്കിലും ഫസ്റ്റ് വി ആർ കൺസിഡർ വിത്ത് സീറോ ഓർഡർ റിയാക്ഷൻസ്. സീറോ ഓർഡർ റിയാക്ഷൻസിൽ ദ റിയാക്ഷൻ ഇൻ വിച്ച് റേറ്റ് ഓഫ് റിയാക്ഷൻ ഡസ് നോട്ട് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ഇനീഷ്യൽ കോൺസെൻട്രേഷൻ. അതായത് R ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു A റേസ് ടു 0. ഇങ്ങനൊരു കണ്ടീഷൻ നമ്മൾ അപ്ലൈ ആണെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് സീറോ ഓർഡർ റിയാക്ഷൻസ്. അതായത് R ഈസ് ഈക്വൽ ടു K ഇൻറ്റു A റേസ് ടു 0 എന്ന് എടുക്കാൻ പറ്റും, ഓർ റേറ്റ് ഈസ് ഈക്വൽ ടു K. നമ്മുടെ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഇവിടെ ബന്ധമില്ല. സോ നിങ്ങൾ ഈ ഒരു ഗ്രാഫിനെ നോക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ജനറലി വരിക എൻസൈം കാറ്റലൈസ്ഡ് റിയാക്ഷൻസ് ഒക്കെ ടേക്ക് പ്ലേസ് ചെയ്യുന്നത് എന്താണ്? അല്ലെങ്കിൽ മെറ്റൽ സർഫേസിൽ നടക്കുന്ന റിയാക്ഷൻസ് ക്യാരി ഔട്ട് ഇൻ ദി മെറ്റൽ സർഫേസ്, ഓർ ഡിസോസിയേഷൻ ഓഫ് HI ഇൻ ഗോൾഡ് പ്ലേറ്റ്. ഇങ്ങനത്തെ റിയാക്ഷൻസ് ഒക്കെ നമ്മൾ ഏതാണ്? സീറോ ഓർഡർ റിയാക്ഷൻസിലാണ് പഠിക്കാറ്. അപ്പോൾ സീറോ ഓർഡർ റിയാക്ഷൻ്റെ ഇൻ്റഗ്രേറ്റഡ് ഫോമിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് R ഈസ് ഈക്വൽ ടു K ഇൻറ്റു A റേസ് ടു 0 എന്നറിയാം. നമ്മൾ അതിന് എന്ത് ചെയ്യുന്നു? dA/dt ആയിട്ട് എടുക്കുന്നു. കാരണം റേറ്റ് ഈസ് ഈക്വൽ ടു dA/dt വിച്ച് ഈസ് ഈക്വൽ ടു K ഇൻറ്റു A റേസ് ടു 0. നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ഇൻ്റഗ്രേറ്റ് ചെയ്ത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് KT ഈസ് ഈക്വൽ ടു A0/AT. അപ്പോൾ അതിൽ നിന്ന് K സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ K ഈസ് ഈക്വൽ ടു A0 മൈനസ് AT ഡിവൈഡ് ബൈ T. ഓക്കെ, അതിനെ നമ്മളൊരു ഗ്രാഫിക്കൽ പ്ലോട്ട് ചെയ്താൽ ഈ ഒരു ഗ്രാഫും കൂടെ കിട്ടും. സോ മക്കളെ, ഈ ഒരു സെക്ഷനിൽ നിങ്ങൾ എന്താ വെച്ചാൽ മാക്സിമം നമ്പർ ഓഫ് ഇക്വേഷൻസ് നമ്മളൊരു എന്താ പറയുക കൈനറ്റിക്സ്, തെർമോഡൈനാമിക്സ് ഇതുപോലത്തെ ചാപ്റ്ററിൻ്റെ പ്രത്യേകത നമുക്ക് ഒരുപാട് ഇക്വേഷൻസ് ഉള്ള ചാപ്റ്റേഴ്സാണ്. അപ്പോൾ ഈ കൈനറ്റിക്സിലുള്ള മാക്സിമം നമ്പർ ഓഫ് ഇക്വേഷൻസ് നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ എഴുതി വെക്കുക. നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ പറ്റുന്ന രീതിയിൽ സ്റ്റിക്ക് നോട്ട്സ് ആയിട്ടോ എവിടെയെങ്കിലുമൊക്കെ എഴുതി വെക്കുക. എഴുതി വെച്ചിട്ട് അത് ഫോക്കസ് ചെയ്ത് ഇക്വേഷൻസ് മാക്സിമം പഠിക്കാൻ ശ്രമിക്കുക. ഇക്വേഷൻസ് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇക്വേഷൻസ്, കാരണം കുറേ ഇക്വേഷൻസ് നമുക്ക് പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ്. സോ മക്കളെ നോക്കുക, T 100%, അതായത് കംപ്ലീറ്റ്ലി കൺസ്യൂം ചെയ്യാൻ എടുക്കുന്ന സമയമാണ്. കംപ്ലീറ്റ്ലി കൺസ്യൂം എടുക്കുക. നമുക്കറിയാം KT ഈസ് ഈക്വൽ ടു A0 മൈനസ് AT എന്നാണ് നമ്മൾ ഏത് ജനറൽ ഇക്വേഷൻ. AT എന്തായി മാറുകയാണ്? 0 ആയി മാറുകയാണ്. അപ്പോൾ നമുക്ക് KT ഈസ് ഈക്വൽ ടു A0 എന്ന് എടുത്തൂടെ? അങ്ങനെയാണെങ്കിൽ T 100% ഈസ് ഈക്വൽ ടു A0/K. T 100% ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഡിവൈഡ് ബൈ K. നമുക്ക് ഇങ്ങനൊരു ഗ്രാഫ് അതിന് വേണ്ടി മാർക്ക് ചെയ്യാൻ പറ്റും. T 100%, ഇവിടെ ശ്രദ്ധിക്കുക, T 100% ആണ്. ഇനി നിങ്ങളിതൊരു ഹാഫ് ലൈഫ് പീരീഡ്. എന്താണ് മക്കളെ ഹാഫ് ലൈഫ് പീരീഡ്? ഹാഫ് ലൈഫ് പീരീഡ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓർഡറിലും സീറോ ഓർഡറിലായാലും നമുക്ക് ഒരുപാട് ഇമ്പാക്ട് തരുന്നത്, നമ്മുടെ കാൽക്കുലേഷൻസിലൊക്കെ ഒരുപാട് ഇമ്പാക്ട് തരുന്ന സാധനമാണ് ഈ ഹാഫ് ലൈഫ് പീരീഡ് എന്ന് പറഞ്ഞാൽ. ഇറ്റ് ഈസ് ദി ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് 50% ഓഫ് റിയാക്ഷൻ ടു ഇറ്റ്സ് ഹാഫ്. അല്ലെങ്കിൽ നമ്മുടെ റിയാക്ഷൻസിനെ ഹാഫ് ആക്കി മാറ്റാൻ, നമ്മുടെ ടോട്ടലി 50% കൺവേർഷൻസിന് വേണ്ടിയിട്ട് ഒരു വസ്തു സ്റ്റാർട്ടിങ് എയിൽ നിന്ന് തുടങ്ങിയെങ്കിൽ അതെന്ത് ചെയ്തു? A/2 ആവാൻ, ഇനീഷ്യൽ കോൺസെൻട്രേഷൻ എയിൽ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ അത് A/2 ആവാൻ നിങ്ങൾക്ക് എത്ര ടൈം എടുക്കുന്നു? അതിനെ നമ്മൾ വിളിക്കുന്നവരാണ് T half or T50%. ദാറ്റ് ഈസ് KT ഈസ് ഈക്വൽ ടു, മക്കളെ KT ഈസ് ഈക്വൽ ടു A0 മൈനസ് AT എന്ന് എടുക്കാൻ പറ്റും. അപ്പോൾ AT എന്ന് പറയുന്നത് എന്താണ്? A0ൻ്റെ ഹാഫ് അല്ലേ? ദാറ്റ് ഈസ് KT ഈസ് ഈക്വൽ ടു A0 മൈനസ് A0/2. ദാറ്റ് ഈസ് ഈക്വൽ ടു T half എന്ന് പറഞ്ഞാൽ എന്താണ്? A0/2K എന്ന് എടുക്കാൻ പറ്റും. സോ നമ്മുടെ ഇക്വേഷൻ ഇത് വരുന്നു. അപ്പോൾ ഹാഫ് ലൈഫ് ഒക്കെ ഫസ്റ്റ് ഓർഡറിൽ സീറോ ഓർഡറിൽ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ഏരിയ ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാറുള്ളൊരു ഏരിയ തന്നെയാണ്. സോ മക്കളെ T75%, അടുത്തത് T75% എന്ന് പറഞ്ഞാൽ 1/4 ആയിട്ട് മാറാൻ വേണ്ടിയിട്ട് ടോട്ടലി ഇനീഷ്യലി നമുക്ക് എത്ര ഉണ്ടായിരുന്നോ അത് നമ്മുടെ എത്രയായി മാറണം? 1/4 ആയി മാറണം. അതായത് T75% നമ്മൾ നോക്കുന്നു. ദെൻ AT എന്തായി? 1/4 ടൈംസ് ആയിട്ട് മാറുന്നു. സോ നിങ്ങൾക്ക് എഴുതാം T75%, ദാറ്റ് ഈസ് ഈക്വൽ ടു A0 മൈനസ് 1/4 A0 ഡിവൈഡ് ബൈ K, ഓർ യു ക്യാൻ റൈറ്റ് 3A0/4K. 3A0/4K എന്ന് എടുക്കാം. ഇതിനെ തന്നെ ഞാനൊന്ന് മാറ്റി എഴുതട്ടാ, 3/2 ഇൻറ്റു A0/2K എന്ന് എഴുതിക്കൂടെ? ആൻഡ് A0/2K എന്ന് എന്താ നിങ്ങൾക്ക് അറിയാം? എന്താണ് A0/2K? A0/2K എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് 3 half, ദാറ്റ് ഈസ് 3/2 T half ആണ് നമ്മുടെ A75%. സോ നോക്കാം മക്കളെ, T75% നമുക്ക് എടുക്കാം. ദാറ്റ് ഈസ് ഈക്വൽ 1.5 T half. നമ്മുടെ ഇക്വേഷൻസ്, നമ്മൾ ഈ ഇക്വേഷൻസ് മുഴുവൻ ഇവിടെ ഓർഡർ ആക്കിയിട്ടുണ്ട്. സോ മക്കളെ, നെക്സ്റ്റ് വി ആർ മൂവിങ് ടു ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ്.
ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് ആണെങ്കിൽ മക്കളെ ദ റിയാക്ഷൻ ഇൻ വിച്ച് റേറ്റ് ഓഫ് എ റിയാക്ഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇനീഷ്യൽ കോൺസെൻട്രേഷൻ. റേറ്റ് ഓഫ് റിയാക്ഷൻ എന്ത് ചെയ്തു? ഇനീഷ്യൽ കോൺസെൻട്രേഷനോട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിട്ടാണ്. ദാറ്റ് ഈസ് റേറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എ റേസ് ടു 1. ഓർ നമുക്ക് എഴുതാം റേറ്റ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു എ റേസ് ടു 1 ആയിട്ട് എടുക്കാം മക്കളെ. ഇനി ഇവിടെ ഫസ്റ്റ് ഓർഡറിനെ കുറിച്ച് പറയുമ്പോൾ ഫസ്റ്റ് ഓർഡറിന്റെ റേറ്റ് ലോ എക്സ്പ്രഷൻ വഴിയുള്ള ഗ്രാഫാണ് നമ്മളിവിടെ കാണുന്നത്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക മക്കളെ, ഈ ഒരു ഇക്വേഷനിൽ നമ്മളെ ജനറലി ഏതൊരു ക്വസ്റ്റ്യനിലും റേറ്റ് ഏതാണെന്ന് അല്ലെങ്കിൽ ഓർഡർ ഏതാണെന്ന് അറിയാൻ വേണ്ടി ഒന്നിലെ നിങ്ങൾക്ക് യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റന്റ് എടുക്കാം. ഓക്കെ, റേറ്റ് കോൺസ്റ്റന്റിന്റെ യൂണിറ്റ് ഓഫ് റേറ്റ് യൂണിറ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്തെടുക്കാൻ പറ്റും? ഏതൊരു ഓർഡറിന്റെ റിയാക്ഷൻ ആണെങ്കിലും നമുക്ക് അതിന്റെ ഓർഡർ കണ്ടുപിടിക്കാൻ വയ്ക്കാം. അല്ലെങ്കിൽ നമുക്ക് ജനറലി കാണുന്നത് റേഡിയോ ആക്റ്റീവ് ഡീക്കേസ് എന്നൊക്കെ പറഞ്ഞിട്ടാണ്. റേഡിയോ ആക്റ്റീവ് റിയാക്ഷൻ നടക്കുവാണെങ്കിൽ ദാറ്റ് ഈസ് ബേസിക്കലി ഏതാണ്? ഫസ്റ്റ് ഓർഡർ ആണ്. പിന്നെയുള്ള 2 എക്സാമ്പിൾസ് നമുക്ക് പഠിക്കുന്നത് നൈട്രസ് ഓക്സൈഡിന്റെയും അല്ലെങ്കിൽ ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ ഒക്കെ ഡീകമ്പോസിഷൻ റിയാക്ഷൻസ് ആണ്. സോ മക്കൾ നോക്കുക, ഇവിടെ നമ്മുടെ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ എ ചേഞ്ചസ് ടു ബി ആണ്. ആണെങ്കിൽ നിങ്ങൾക്ക് എഴുതാം റേറ്റ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു എ റേസ് ടു 1. ഓർ നിങ്ങൾക്ക് എടുക്കാം മൈനസ് ഡി എ ബൈ ഡി ടി വിച്ച് ഈസ് ഈക്വൽ ടു കെ എ. ഓർ ഇവിടെ നമുക്ക് മൈനസ് ഡി എ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു കെ ഡി ടി. ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനലി നമുക്ക് കിട്ടും കെ ടി ഈസ് ഈക്വൽ ടു നാച്ചുറൽ ലോഗരിതം ഓഫ് എ 0 മൈനസ് നാച്ചുറൽ ലോഗരിതം ഓഫ് എ ടി. സോ അതിൻ്റെ ഒരു ഗ്രാഫ്, ഈ ഗ്രാഫ് ഒന്ന് ഓർത്ത് വെക്കണേ, നമുക്ക് ആവശ്യമുണ്ട്, ഓർത്ത് വെക്കുക കേട്ടോ മക്കളെ. സോ മക്കളെ നോക്കുക, കോൺസെൻട്രേഷൻ വേഴ്സസ് ടൈം. നമ്മളിവിടെ കോൺസെൻട്രേഷൻ വേഴ്സസ് ടൈമിൻ്റെ ഗ്രാഫ് എടുക്കുന്നു. കോൺസെൻട്രേഷൻ നിങ്ങൾക്കറിയാം ലോഗ് എ ടി ഈസ് ഈക്വൽ ടു, നമ്മുടെ ഇക്വേഷൻ എന്താണ് മക്കളെ? ലോഗ് എടുത്തു കഴിഞ്ഞാൽ ലോഗ് കെ ടി ഈസ് ഈക്വൽ ടു, നമ്മുടെ ഇക്വേഷൻ നോക്കുക, കെ ടി ഈസ് ഈക്വൽ ടു ലോഗരിതം ഓഫ് എ, നാച്ചുറൽ ലോഗരിതം ഓഫ് എ മൈനസ് ലോഗരിതം ഓഫ് എ ടി ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ഇക്വേഷനിൽ എ ടി നമുക്ക് എടുക്കാൻ പറ്റും. എ ടി ഈസ് ഈക്വൽ ടു എ 0 ഇൻറ്റു ഇ റേസ് ടു മൈനസ് കെ ടി. വിൽഹെൽമി ഇക്വേഷൻ എന്നൊക്കെ നമ്മൾ ഇതിനെ വിളിക്കാറുണ്ടെങ്കിലും നമ്മൾ ഇത് വെച്ചിട്ടൊരു പ്ലോട്ട്, ഈ ഒരു ഗ്രാഫ് നിങ്ങൾ ഓർത്ത് വെക്കുക. ജനറലി നമ്മൾ ഈ ഒരു ഗ്രാഫിനെ മറക്കാറുണ്ട്. ഈ ഒരു ഗ്രാഫ് നിങ്ങൾക്ക് സ്ട്രെസ് കൊടുത്തിട്ട് ഓർത്ത് വെക്കേണ്ടതാണ്. അടുത്ത മക്കളെ, ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സിലുള്ള എല്ലാ ഇക്വേഷൻസും, ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സിൽ നമ്മൾ കാണുന്ന എല്ലാ ഇക്വേഷൻസും നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് കെ ടി ഈസ് ഈക്വൽ ടു നാച്ചുറൽ ലോഗരിതം ഓഫ് എ 0 മൈനസ് എ ടി എന്ന് എടുക്കുന്നു. അതിൻ്റെ കെ ടിനെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ കെ ടി ഈസ് ഈക്വൽ ലോൺ എ 0 ബൈ എ ടി. കെ ടി ഈസ് ഈക്വൽ ടു 2.303 ലോഗ് എ 0 ബൈ എ ടി. എ ടി ഈസ് ഈക്വൽ ടു എ 0 ഇൻറ്റു ഇ റേസ് ടു മൈനസ് കെ ടി ആൻഡ് കെ ടി ഈസ് ഈക്വൽ ടു നാച്ചുറൽ ലോഗരിതം ഓഫ് എ മൈനസ്, ഇവിടെ എന്താണ് ഇത് ഇനീഷ്യൽ കോൺസെൻട്രേഷനും ഇത് അറ്റ് എ ടൈം എക്സ് ആയത്, എത്ര കോൺസെൻട്രേഷൻ കുറഞ്ഞു എന്നുള്ളത് വെച്ചിട്ടാണ്. സോ മക്കളെ, ഇനി നമ്മൾ ടി 100% എടുക്കാൻ പോകുന്നു. ടി 100% എടുക്കുമ്പോൾ എന്താ വരിക? ടി ഈസ് ഈക്വൽ ടു 1/k ഇൻറ്റു നാച്ചുറൽ ലോഗരിതം ഓഫ് എ 0 ബൈ എ ടി. ഓക്കെ, അതായത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും 100% കൺസ്യൂം ആകുമ്പോൾ എ 0 എന്ത് വരും, അല്ലെങ്കിൽ എ ടി എന്ന് പറയുന്നത് എന്തായി മാറുന്നു? ദാറ്റ് ഈസ് 1/k ഇൻറ്റു നാച്ചുറൽ ലോഗരിതം ഓഫ് എ 0 ബൈ 0 ലോഗ് 0 അല്ലെങ്കിൽ ലോഗ് എ 0 ബൈ 0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം അത് ഇൻഫിനിറ്റിയിലേക്കാണ് പോകുന്നത്. കാരണം എ 0 ബൈ 0 ഈസ് ഇൻഫിനിറ്റി. സോ ടി 100% ഇൻഫിനിറ്റി ആണ്. ഇതിൻ്റെ അർത്ഥം ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻസ് ഒരിക്കലും കംപ്ലീറ്റ് ആവുന്നില്ല എന്നാണ്. ബിക്കോസ് ഒരു ടി ഹാഫ് ടൈം കഴിയുമ്പോൾ അത് ഹാഫായി മാറും, പിന്നെ 1/4 ആവും, 1/8 ആവും, 1/16 ആവും. അപ്പോൾ അങ്ങനെ കുറഞ്ഞു പോകുന്നല്ലാണ്ട് ഒരിക്കലും ഇത് എന്താവുന്നില്ല, കംപ്ലീറ്റ് ആവുന്നില്ല. സോ മക്കളെ, ടി ഹാഫ് നമുക്ക് പറയാം ദാറ്റ് ഈസ് കെ ടി ഈസ് ഈക്വൽ ടു നാച്ചുറൽ ലോഗരിതം ഓഫ് എ 0 മൈനസ് എ ടി ആയിട്ട് എടുക്കാം. ഓർ ടി ഈസ് ഈക്വൽ ടു 1/k ഇൻറ്റു നാച്ചുറൽ ലോഗരിതം ഓഫ് എ 0 ബൈ എ ടി. ഞാൻ എന്ത് ചെയ്യുന്നു? എ ടി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു എ 0 ബൈ 2 ആയിട്ട് എടുക്കുന്നു. ഐ ഗെറ്റ് ലോഗ് 2. അപ്പോൾ നമുക്ക് ടി 50% എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു നാച്ചുറൽ ലോഗരിതം ഓഫ് 2 ഡിവൈഡ് ബൈ കെ. ഓർ യു ക്യാൻ റൈറ്റ് 2.303 ഇൻറ്റു ലോഗ് 2 ഡിവൈഡ് ബൈ കെ. അത് നമുക്ക് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 0.693 ഡിവൈഡ് ബൈ കെ. ഇവിടെ ചിന്തിക്കുക, ഇവിടെ നമ്മൾ ഫസ്റ്റ് 0 ഓർഡറിൽ കണ്ടതുപോലെ ഇവിടെ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ്റെ ടേമേ ഇല്ല. വിച്ച് മീൻസ് ഹാഫ് ലൈഫ് ഓഫ് എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഈസ് ഡു നോട്ട് ഡിപ്പെൻഡ് ഓൺ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് ദി റിയാക്റ്റൻറ്റ്. ആ റിയാക്റ്റൻറ്റിൻ്റെ ഇനീഷ്യൽ കോൺസെൻട്രേഷനുമായിട്ട് ഇതിന് യാതൊരു വിധത്തിൽപ്പെട്ട ബന്ധവും ഇല്ല. ടു സി ടി 75% ആണ് നമ്മൾ കാണുന്നത്. ടി 75% നിങ്ങൾ നേരെ മനസ്സിലാക്കി വെക്കാം മക്കളെ. എ 0യിൽ നിന്ന് എ 0 ബൈ 2ലേക്ക് പോകാൻ വേണ്ടി ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ചെയ്യാൻ ടി ഹാഫ് എടുത്തെങ്കിൽ ഇവിടെ എ 0 ആണല്ലോ ഇപ്പോഴത്തെ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ, അതിൻ്റെ പകുതിയാണ് എ 0 ബൈ 4 ആവുമ്പോൾ. അതായത് ഇതിൻ്റെ നേരെ ഹാഫാണ് അവിടെ വരുന്നത്. അപ്പോൾ എത്ര എടുക്കും? ടി ഹാഫ് എടുക്കും. സോ നമുക്ക് എഴുതാം ടി 75% ഈസ് ഈക്വൽ ടു 2t ഹാഫ്. അല്ലേടാ, ടി 75% എന്നുള്ളത് 2t ഹാഫ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മളിവിടുത്തെ ഒരു ഇക്വേഷനിൽ പറയുന്നത്. സോ മക്കളെ, അടുത്തത് ഇത് നിങ്ങളെല്ലാവരും ഒന്ന് എഴുതിയെടുക്കുക, അല്ലെങ്കിൽ ഇതൊന്ന് പഠിച്ചു വെക്കാം മക്കളെ. ടി 75% എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2t ഹാഫ് ആണ്. അതേപോലെ ടി 87, കാരണം എന്താ? ആദ്യം നമ്മൾ ഇനീഷ്യലി എത്ര എടുക്കുന്നു? 0യിൽ നിന്ന് 50% കൺസ്യൂം ചെയ്യപ്പോൾ അല്ലെങ്കിൽ 50% ആയപ്പോൾ നമുക്കൊരു ടി ഹാഫ് ഉണ്ട്. ഇനി അതിൻ്റെ പകുതി 25 കൂടെ കൂട്ടുമ്പോൾ 75 ആകുമ്പോൾ അടുത്തൊരു ടി ഹാഫ്.
ഇനി അതിൻ്റെ പകുതി 12.25 കൂട്ടുമ്പോൾ 87.5 അടുത്തൊരു ടി ഹാഫ്. അപ്പോൾ ഇവിടെ എത്രയായി ടി ഹാഫ്, ഇവിടെ എത്രയാണ് 2 ടി ഹാഫ്, ഇവിടെ എത്രയാണ് ടി ഹാഫ്. സോ ഇതാണ് നമ്മുടെ ഇക്വേഷൻസ് ആയിട്ട് നമുക്ക് വരുന്നത്. സോ അങ്ങനെ ടി 99.9% കൺസ്യൂം ചെയ്തപ്പോൾ 10 ടി ഹാഫായി. നമ്മൾ പറഞ്ഞു ഇതൊരിക്കലും കംപ്ലീറ്റ് ആവുന്നില്ല. സോ നമുക്കൊരിക്കലും ടി 100% എന്ത് ചെയ്യാൻ പറ്റില്ല, കണ്ടെത്താൻ കഴിയുന്നില്ല. അടുത്തത് ഫസ്റ്റ് ഓർഡറിൽ നമുക്ക് കുറച്ച് ട്രിക്സ് ആണ്. അതായത് ടി 75% 2 ടി ഹാഫ് എന്ന് പറയാം. ടി 90% ഇത് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കാണാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ടി 90% എത്രയാണ്? ടി 90% ഈസ് ഈക്വൽ ടു 2.303 ഡിവൈഡ് ബൈ കെ എടുക്കുന്നു. ഇതെങ്ങനെ വരുന്നു എന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കാം കേട്ടോ. ടി 99% ഈസ് 10 ടി ഹാഫ്. അടുത്ത മക്കളെ, ദ എബോ റിയാക്ഷൻ, ദ ക്വസ്റ്റ്യൻ നോക്കിക്കോളാം മക്കളെ. എബോ റിയാക്ഷൻ ഈസ് എ സീറോ ഓർഡർ. ഒരു താഴെ തന്നിരിക്കുന്ന നമ്മുടെ റിയാക്ഷൻ എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? സീറോ ഓർഡർ റിയാക്ഷൻ ആണ്. ഹാഫ് ലൈഫ് ഓഫ് ദി റിയാക്ഷൻ ഈസ് 50 minutes. ദ ടൈം ടേക്കൺ ഫോർ കോൺസെൻട്രേഷൻ ഓഫ് എ റെഡ്യൂസ് ടു 1/4. എന്ത് ഈസി ക്വസ്റ്റ്യൻ നോക്കുക. JEE 2023, ദ വെരി ലാസ്റ്റ് ഇയർ, നമ്മുടെ ലാസ്റ്റ് ഇയറിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. എന്തായി മക്കളെ? ഈസി ആയിട്ട് ആൻസർ ഒന്ന് പറഞ്ഞേടാ. എന്ത് വരും? വേഗം ഒന്ന് ചെയ്തേ. ആരും ഇല്ലേടാ, വേഗം ഒന്ന് ചെയ്തേ. ആൻസർ എന്താ കിട്ടുക? ഹലോ മക്കളെ, നമുക്ക് നോക്കാം. ടി എത്രയാണ്? 75%. നമുക്കിവിടെ ചോദിച്ചിരിക്കുന്നത് എത്രയാണ്? 1/4 മിച്ചം ഉണ്ടെന്നല്ലേ? ദാറ്റ് ഈസ് 3. ഓക്കെ, അബ്രാം കാണുന്നുണ്ടോ? സോ നോക്കാം മക്കളെ, എത്ര കിട്ടും? നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഹാഫ് ലൈഫ് എത്രയാണ്? 50 minutes തന്നിട്ടുണ്ട്. നമുക്ക് കണ്ട എന്താണ്? 1/4 ആവാൻ, ദാറ്റ് ഈസ് 3 T/4 ആണ് നമുക്ക് കണ്ടത്. നമുക്കറിയാം ദാറ്റ് ഈസ് ഈക്വൽ ടു 3/2 ടി ഹാഫ് അല്ലേ? സീറോ ഓർഡർ റിയാക്ഷന് T/2 ടി ഹാഫ്. വെരി ഗുഡ്, അവിടെ ആൻസർ വന്നു കഴിഞ്ഞു. ദാറ്റ് ഈസ് ഈക്വൽ ടു 75. നന്ദിതാ, 3/2 ഇൻറ്റു 50 minutes. ദാറ്റ് ഈസ് ക്യാൻസൽ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 25. വി വിൽ ഗെറ്റ് 75 minutes. നോക്ക് മക്കളെ, അടുത്തത് ഒരു ക്വസ്റ്റ്യൻ. ദാറ്റ് ഈസ് എ, കാണുന്നുണ്ടോ? ഓക്കെ. എ ആൻഡ് ബി ആർ 2 substances undergoing radioactive decay in a container. The half-life of the A is 15 minutes and that of B is 5 minutes. The initial concentration of A is 4 times that of A. They both decay the same time. How much time will take concentration of both become same? അതായത് എനേക്കാളും ബി എത്ര ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്? 4 times ആണ്. സോ നമുക്കെടുക്കാം, എ എടുക്കുമ്പോൾ ബി എത്ര എടുക്കണം? 4B എടുക്കണം. എ ഒരു 15 മിനിറ്റ് സമയം കഴിയുമ്പോൾ, എ ഒരു 15 minutes കഴിയുമ്പോൾ എന്തായി മാറുന്നു? A/2 ആയി മാറുന്നു. ബി ഒരു 5 minutes കഴിയുമ്പോൾ എന്താവും? 2B ആയി മാറും, അതിൻ്റെ ഹാഫായി മാറുന്നു. അതിനുശേഷം ഒരു 5 minutes കൂടെ കഴിഞ്ഞാൽ ബി എന്തായി മാറുന്നു മക്കളെ? B ആയി മാറുന്നു. പിന്നീട് ഒരു 5 minutes കൂടെ കഴിഞ്ഞാൽ ബി എന്താവുന്നു മക്കളെ? B will become B/2. സോ A/2 B/2 1/2:1/2 റേഷ്യോ, അത് രണ്ടിന് സെയിം റേഷ്യോയിൽ എത്തി എന്നാണ് അതിൻ്റെ അർത്ഥം. വിച്ച് മീൻസ് ടൈം എത്ര എടുത്തു എന്നാ? 15 minutes. JEE 2023 വേറൊരു ക്വസ്റ്റ്യൻ നോക്കുക. ഓരോ സെക്ഷനിൽ നമുക്ക് 2023 ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻസ് എന്താണ്? വളരെ ഈസി ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ എളുപ്പത്തിലേക്ക് ഉത്തരത്തിലേക്ക് ചെല്ലാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇവരൊക്കെ. വെരി ഗുഡ്, എല്ലാവരും ചെയ്യുന്നുണ്ട് കേട്ടോ. ഗുഡ്. സോ മക്കളെ, അടുത്തത് ആൻ ഓർഗാനിക് കോമ്പൗണ്ട് അണ്ടർഗോസ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ decomposition if the time taken for 60% of decomposition is 540 seconds. The time required for the 90% of decomposition. നമ്മുടെ ഇവിടെ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണെന്ന് ക്വസ്റ്റിന് മെൻഷൻ ചെയ്തിട്ടുണ്ട് അല്ലേ? ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ് നമ്മുടെ ക്വസ്റ്റിനിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ടൈം ടേക്കൺ ഫോർ 60% കൺവേർഷന് വേണ്ടിയിട്ട് നമുക്ക് 540 seconds ആണ് എടുത്തിരിക്കുന്നത്. ദെൻ ടൈം റിക്വയർഡ് ഫോർ 90% കൺവേർഷൻ നമുക്ക് എങ്ങനെ ഇക്വേറ്റ് ചെയ്യാം? നിങ്ങൾക്കറിയാം റേറ്റ് കോൺസ്റ്റന്റ് രണ്ട് കേസിലും എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. ദാറ്റ് ഈസ് കെ 60% കേസിലാണെങ്കിലും ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു കെ 90% കേസിലും. സോ നമുക്കറിയാം കെ 60% എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1/t, അതായത് ടി ലോഗ് 100/100 - 60. ഇവിടെ എന്ത് വരും മക്കളെ? 1/t ലോഗ് 100/100 - 90. സോ നമുക്കിവിടെ എന്തെടുക്കാം? ലോഗ് 1/t 1/540, that is equal to log 100/40 എന്ന് വരും. 0 and 0 ക്യാൻസൽ ചെയ്താൽ 10/4, which is equal to 1/t log 100/10. 10 0 ക്യാൻസൽ ചെയ്താൽ log 1, or you can write log 10. Log 10 is equal to 1/t.
ഇവിടെ നിങ്ങൾക്ക് എന്ത് കിട്ടും മക്കളെ? log 10 minus log 4. That is equal to 1 minus log 4 എത്രയാ? ക്വസ്റ്റിന് തന്നിട്ടുണ്ടോ? log 4 is equal to ഇല്ല, നമുക്കറിയണം log 2 തന്നിട്ടുണ്ട്. log 2ൻ്റെ സ്ക്വയർ അല്ലേ? log 2 തന്നിട്ടുണ്ട്. log 2ൻ്റെ സ്ക്വയർ എടുത്താണ്. log 4 is equal to log 4 നമുക്ക് എഴുതാം 2 log 2, അല്ലെങ്കിൽ log 2 raised to 2 എന്ന് എഴുതാം. ദെൻ നമുക്ക് സ്റ്റെപ്പിൽ 2 log 2 എന്ന് എടുക്കാം. That is equal to 0.3 into 2, that is equal to 0.6. So നിങ്ങൾക്ക് ഇവിടെ 0.6 എന്ന് എടുക്കാം. So you will get എത്ര കിട്ടും മക്കളെ? പറഞ്ഞേടാ. That is equal to divide by ഇവിടെ 1 by 1540 540. That is equal to 1 by t, or implies t is equal to 540 divided by 0.4. 0.4നെ 540 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എത്ര കിട്ടും മക്കളെ? 5400 ഡിവൈഡ് ബൈ 4 ചെയ്യുന്നു. 1 times, that is equal to 4. 14ൽ എത്ര പ്രാവശ്യം മക്കളെ? 3 times 12. then 20ൽ എത്ര പ്രാവശ്യം? 50. സോ ആൻസർ എന്ത് വരും? 1350. ഓക്കെ. സോ മക്കളെ, നെക്സ്റ്റ് ദ എമൗണ്ട് ലെഫ്റ്റ് ഡ്യൂറിങ് ദ ഓർഡർ ഓഫ് റിയാക്ഷൻ. അതായത് ഫസ്റ്റ് ഓർഡർ റിയാക്ഷനിൽ നമുക്കൊരു കോൺസെൻട്രേഷൻ തരുവാണ് മക്കളെ. കോൺസെൻട്രേഷൻ തരുവാണ്, ദാറ്റ് ഈസ് ഫൈനൽ കോൺസെൻട്രേഷൻ 80 ആണ്, ഇനീഷ്യൽ കോൺസെൻട്രേഷൻ A0 ആണെന്ന് ചിന്തിക്കുക. അങ്ങനെയാണെങ്കിൽ 80/A0 ഈസ് ഈക്വൽ ടു 1/2 raised to n എന്ന് എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് A0/80 ഈസ് ഈക്വൽ ടു 2 raised to n, വേർ n എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ n ടോട്ടൽ ടൈം ഡിവൈഡ് ബൈ t ഹാഫ് ആണ്. ടോട്ടൽ ടൈം ഡിവൈഡ് ബൈ t ഹാഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ ആയിരിക്കും n ആയിട്ട് നമ്മൾ എടുക്കുന്നത്. സോ ദാറ്റ് വിൽ ബി ദ ആൻസർ. അടുത്ത മക്കളെ, ഫോർ എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ A to B ഹാഫ്, JEE മെയിൻസ് 2023 ക്വസ്റ്റ്യൻ നോക്കാം മക്കളെ. അടുത്തത് JEE മെയിൻസ് 2023 ഒരു ക്വസ്റ്റ്യൻ തന്നെ. എന്ത് വന്നിരിക്കുന്നു? ഇതാ, ഫോർ എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ A changes to B, half life is 30 minutes, the time taken to 75% of completion. T 75% ആണ് ചോദിച്ചിരിക്കുന്നത്. That is equal to 2 t half. ആർക്കും അറിയാം 2 into എത്ര വരും? 30, which is equal to 60 minutes. Now 16 gram of a radioactive substance reduced to 0.5 gram in 1 hour. ഒരു മണിക്കൂർ കൊണ്ട് 16 ഗ്രാം ഉണ്ടായിരുന്ന റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് എന്ത് ചെയ്തു? 0.5 ഗ്രാം ആയിട്ട് മാറി. ദ ഹാഫ് ലൈഫ് ഓഫ് ദി റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ്. സോ മക്കളെ ഇവിടെ ശ്രദ്ധിക്കുക, അതായത് റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദിസ് ഈസ് ആക്ച്വലി ഏത് ഓർഡർ റിയാക്ഷൻ ആണ്? ഇറ്റ് ഈസ് ആക്ച്വലി ഫോളോസ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. സോ നമുക്ക് എഴുതാം 16 divided by 0.5, that is equal to 2 raised to n എന്ന് എടുക്കാൻ പറ്റും. That is equal to 32 is equal to 2 raised to n, or 2 raised to 5 is equal to 2 raised to n. n is equal to 5 എന്ന് എടുക്കാൻ പറ്റും. അല്ലേടാ മക്കളെ? n can be taken as 5. സോ അങ്ങനെയാണെങ്കിൽ ടൈം ഇവിടെ തന്നിട്ടുണ്ട് 1 hour, വിച്ച് മീൻസ് 60 minutes എന്താണ്? 5 t half ആണ് നമ്മുടെ ഇക്വേഷൻ പ്രകാരം അല്ലേ? നമ്മൾ തൊട്ട് മുമ്പ് കണ്ടൊരു ഇക്വേഷൻ അല്ലേ ദ n-ൻ്റെ വാല്യൂ. അങ്ങനെയാണെങ്കിൽ 16 minutes എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ് മക്കളെ? 5 t half ആണ്. സോ t half വിൽ ബി ഈക്വൽ ടു 16/5, വിച്ച് ഈസ് ഈക്വൽ ടു 60/5 എത്ര വരും? 12. അപ്പോൾ 12 minutes ആയിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരിക. വെരി ഗുഡ്. സോ മക്കളെ, ഇനി ഞാൻ എന്ത് ചെയ്തു? ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻസ് എല്ലാം കൂടെ ഒരുമിച്ച് എടുത്തിരിക്കുകയാണ്. ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ 0 ഓർഡറിൻ്റെ റിയാക്ഷനിലാണെങ്കിലും ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണെങ്കിലും സെക്കൻഡ് ഓർഡർ റിയാക്ഷനിലും 3 റിയാക്ഷൻസിൻ്റെ കേസിൽ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻസ് നമ്മൾ എടുത്തിരിക്കുന്നു. ആൻഡ് 3 റിയാക്ഷൻ്റെ കേസിലും ഹാഫ് ലൈഫുകൾ നോക്കുക. ഹാഫ് ലൈഫുകളെ കമ്പയർ ചെയ്തിട്ടുള്ള ഇക്വേഷൻ നമ്മൾ എടുക്കുന്നു. ആൻഡ് വി ആർ കോൺസെൻട്രേഷൻ ടൈം ഗ്രാഫ്. ബേസിക്കലി നോക്കുക, ചില വർഷങ്ങളിൽ നമുക്കൊരു ഈസി ക്വസ്റ്റ്യൻ ആയിട്ട്, ചില വർഷങ്ങളിൽ നമുക്കൊരു ഭാഗ്യമുണ്ടെങ്കിൽ ഈസി ക്വസ്റ്റ്യൻസ് കിട്ടുന്നതാണ് ഹാഫ് ലൈഫുകളൊക്കെ, അല്ലെങ്കിൽ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻസ്. പൊതുവേ നമ്മൾ ഒരുവിധപ്പെട്ട എല്ലാ ഗ്രാഫുകളും അറിഞ്ഞിരിക്കുന്നത് വളരെ ഉപകാരം ചെയ്യട്ടോ മക്കളെ. കോൺസെൻട്രേഷൻ വേഴ്സസ് ടൈം ഗ്രാഫ് നോക്കുക. ഫസ്റ്റ് 0 ഓർഡർ റിയാക്ഷൻ ആണെങ്കിൽ ഇറ്റ് വിൽ ബി കോൺസ്റ്റന്റ് സ്ലോപ്പ് ആയിരിക്കും. ഫസ്റ്റ് ഓർഡറിന്റെ കോൺസെൻട്രേഷൻ ടൈം ഗ്രാഫ് ഇങ്ങനെ വരും. ഇനി ഫസ്റ്റ് ഓർഡറിൽ ഡയറക്റ്റ്ലി ഇങ്ങനെ ഒരു ഗ്രാഫ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ചായിരുന്നു. ദാറ്റ് ഈസ് ലോഗ് കോൺസെൻട്രേഷൻ, അല്ലെങ്കിൽ നാച്ചുറൽ ലോഗരിതത്തിലാണെങ്കിൽ ലോഗ് കോൺസെൻട്രേഷൻ ടൈം ആണെങ്കിൽ. ഇനി നോക്കുക, റേറ്റ് വേഴ്സസ് കോൺസെൻട്രേഷൻ ഗ്രാഫുകൾ. 0 ഓർഡർ റിയാക്ഷൻ ഈസ് ഇൻഡിപെൻഡന്റ് ഓൺ ദി കോൺസെൻട്രേഷൻ, ദാറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഗ്രാഫ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇവിടെ എന്താണ്? റേറ്റ് വേഴ്സസ് കോൺസെൻട്രേഷൻ സ്ക്വയർ ആണെങ്കിൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് സെക്കൻഡ് ഓർഡറിന്റെ കേസിൽ. അടുത്ത ഹാഫ് ലൈഫ് വേഴ്സസ് കോൺസെൻട്രേഷൻ കർവ് ആണ്. 0 ഓർഡർ റിയാക്ഷൻ ആണെങ്കിൽ ഹാഫ് ലൈഫ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇനീഷ്യൽ കോൺസെൻട്രേഷൻ. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഹാഫ് ലൈഫ് ഈസ് ഇൻഡിപെൻഡന്റ്, സോ ഈ ഒരു ഗ്രാഫ് കിട്ടും. സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ്റെ കേസിൽ നമുക്ക് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ഗ്രാഫ് കിട്ടും.
അപ്പോൾ മക്കളെ ഇവിടെ ഒരു പ്ലോട്ട് JEE മെയിൻസ് 2019 ക്വസ്റ്റ്യൻ ആയിരുന്നു. ദ ഗിവൺ പ്ലോട്ട് represent the variation of concentration of reactant versus time of two different reactions. The representative order of the reaction is first ആദ്യം തന്നിരിക്കുന്നത് ln R versus time ഏത് ഓർഡർ ആണ്? ഫസ്റ്റ് ഓർഡർ. R versus time ഏത് ഓർഡർ ആണ്? 0 ഓർഡർ. സോ ആൻസർ ഈസ് 1 and 0. ഇനി മക്കളെ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻസ്, അതായത് നമ്മൾ nth ഓർഡർ, നമ്മുടെ കയ്യിലുള്ള നോർമലി നിൽക്കുന്നതല്ല, ഒരു nth ഓർഡർ റിയാക്ഷൻസ്, അതായത് ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡർ, തേർഡ് ആവാം, ഏതും ആവാം. അതർ ദാൻ ഫസ്റ്റ് n cannot be equal to 1. ഇവിടെയാണെങ്കിൽ നമുക്ക് n not equal to 1. n ഫസ്റ്റ് ഓർഡർ അല്ലാത്ത ഏതൊരു ഓർഡർ റിയാക്ഷൻ്റെ കേസിലാണ് നമ്മൾ പഠിക്കുന്നതെന്ന് കരുതാം. അങ്ങനെയാണെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ജനറൽ എക്സ്പ്രഷൻ നമുക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റും. അതിൻ്റെ ഹാഫ് ലൈഫ് ആണെങ്കിൽ ജനറലി നമുക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഹാഫ് ലൈഫിൻ്റെ റേഷ്യോസ്, ഹാഫ് ലൈഫ് പ്രൊപ്പോർഷണൽ എടുക്കുകയാണെങ്കിൽ വി ക്യാൻ ടേക്ക് ഈസ് t 50% is directly proportional to 1/a⁻n-1. അടുത്ത മക്കളെ നോക്കുക, എക്സാമ്പിൾസ് ഓഫ് ഫ്രാക്ഷണൽ ഓർഡർ റിയാക്ഷൻസ്. ഫ്രാക്ഷണൽ ഓർഡർ റിയാക്ഷൻസിൻ്റെ എക്സാമ്പിൾസ് നമുക്ക് ഞാൻ തുടങ്ങുമ്പോഴേ നിങ്ങളോട് പറഞ്ഞു ഓർഡർ ക്യാൻ ബി ഫ്രാക്ഷൻ. അപ്പോൾ ഓർഡർ ക്യാൻ ബി ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഫ്രാക്ഷണൽ റിയാക്ഷൻസ് ഉണ്ടാവണ്ടേ? ഇതാ ഇവിടെ തന്നിരിക്കുന്ന റിയാക്ഷൻസ് ആണ്. H2 plus Br2 HBr ഫോർമേഷൻ നടക്കുന്ന റിയാക്ഷൻ. ആക്ച്വലി ഇത് എന്താണ്? ഇതൊരു ഫ്രാക്ഷണൽ ഓർഡർ റിയാക്ഷൻ ആണ്. COCl2 റിയാക്ട് ചെയ്ത് COCl2 ഫോം ചെയ്യുന്ന റിയാക്ഷൻ, ഇതും ഒരു ഫ്രാക്ഷണൽ ഓർഡർ റിയാക്ഷൻ ആണ്. COCl2 ഡീകമ്പോസിഷൻ നടന്നാലും നമുക്കത് എന്തായിരിക്കും? അതും ഒരു ഫ്രാക്ഷണൽ ഓർഡർ റിയാക്ഷൻ ആണ്. സോ ജനറലി ഇതൊക്കെയാണ് നമ്മൾ ഫ്രാക്ഷണൽ ഓർഡേഴ്സ്, റിയാക്ഷൻ നടക്കുന്ന സമയത്ത് ഓർഡർ ഫ്രാക്ഷണൽ ആവുന്ന കേസുകളിൽ. നൗ കൊളീഷൻ തിയറി. ഓൺലി എഫക്റ്റീവ് കൊളീഷൻ ലീഡ്സ് ടു ദി പ്രൊഡക്റ്റ് ഫോർമേഷൻ. നോക്കുക മക്കളെ, ഓൺലി എഫക്റ്റീവ് കൊളീഷൻ ലീഡ്സ് ടു ദി പ്രൊഡക്റ്റ് ഫോർമേഷൻ. അതായത് നമ്മൾ പറയും എന്താണ് ഈ എഫക്റ്റീവ് കൊളീഷൻസ്? മക്കളെ നിങ്ങൾ ചിന്തിക്കുക, രണ്ട് വസ്തുക്കൾ വന്ന് കൂട്ടിയിടിച്ച് അങ്ങനെയാണ് മോളിക്യൂൾസ് ജനറലി എന്ത് സംഭവിക്കുന്നത്? പ്രൊഡക്റ്റായി മാറുള്ളൂ. പക്ഷേ എല്ലാ കൂട്ടിയിടികളും എന്താവുന്നില്ല? പ്രൊഡക്റ്റായി മാറുന്നില്ല. ദർ ആർ ടു തിങ്സ് ടു ഇമ്പോർട്ടൻറ്റ്. അതായത് നമുക്കൊരു സെർട്ടൺ മിനിമം പൊട്ടൻഷ്യൽ, ഒരു സെർട്ടൺ മിനിമം എമൗണ്ട് ഓഫ് എനർജി, ആ എനർജി ഉണ്ടെങ്കിൽ മാത്രമാണ് മോളിക്യൂൾസിന് അതായത് പ്രൊഡക്റ്റായി മാറാൻ പറ്റുള്ളൂ. ഇനി എനർജി മാത്രം മതിയോ? പോരാ. എനർജി ഉണ്ടായിട്ടും കൂടെ കാര്യമില്ല. ഒരു പ്രോപ്പർ ഓറിയന്റേഷനിൽ, അതായത് ആക്ടിവേഷൻ എനർജി ഉള്ള മോളിക്യൂൾസും പ്രോപ്പർ ഓറിയന്റേഷൻ ആയിട്ടല്ല വരുന്നതെങ്കിൽ എന്ത് ചെയ്യില്ല? പ്രൊഡക്റ്റ് ഫോർമേഷനിലേക്ക് ലീഡ് ചെയ്യില്ല. അപ്പോൾ ത്രെഷോൾഡ് എനർജി എന്താണെന്ന് നമ്മൾ പറയുന്നു. ത്രെഷോൾഡ് എനർജി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി മിനിമം എനർജി പോസസ്ഡ് ബൈ എ റിയാക്ടിംഗ് മോളിക്യൂൾ എഫക്റ്റീവ് കൊളീഷൻ. അതായത് ഒരു റിയാക്ടിംഗ് മോളിക്യൂൾ എനർജി വേഴ്സസ് റിയാക്ഷൻ കോർഡിനേറ്റ് ഗ്രാഫ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒരു മോളിക്യൂളിന് മിനിമം എത്ര എനർജി വേണം, ഇത്രയും എനർജി ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു വസ്തുവിന് എന്തായി മാറാനുള്ളൂ? പ്രൊഡക്റ്റായി മാറാൻ പറ്റുള്ളൂ. അതിനെയാണ് നമ്മൾ ത്രെഷോൾഡ് എനർജി എന്ന് പറയുന്നത്. ഇനി ആക്ടിവേഷൻ എനർജി എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? ആക്ടിവേഷൻ എനർജി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി എമൗണ്ട് ഓഫ് എക്സസ് എനർജി സപ്ലൈഡ് ടു എ റിയാക്ടന്റ് ഫോർ എഫക്റ്റീവ് കൊളീഷൻ. ഒരു എഫക്റ്റീവ് കൊളീഷൻ നടക്കാൻ വേണ്ടിയിട്ട് ഒരു റിയാക്ടന്റിൽ നമ്മൾ കൊടുക്കേണ്ട എക്സസ് എമൗണ്ട് ഓഫ് എനർജി എത്രയാണോ ആ എനർജിക്ക് നമ്മൾ കൊടുത്തിരിക്കുന്ന ടേമാണ് ആക്ടിവേഷൻ എനർജി. ഓക്കെ, എക്സസ് എനർജിക്ക് നമ്മൾ കൊടുത്ത ടൈമാണ് ആക്ടിവേഷൻ എനർജി എന്ന് പറയുന്നത്. സോ നോക്കാം മക്കളെ, ആക്ടിവേഷൻ എനർജി ഈസ് ഈക്വൽ ടു ത്രെഷോൾഡ് എനർജി മൈനസ് ആവറേജ് എനർജി ഓഫ് ദി റിയാക്ടന്റ്. അതായത് റിയാക്ടന്റ് ഇറ്റ്സെൽഫ് ഇറ്റ് ഹാസ് എൻ എനർജി. കൊളിഷൻ തിയറി ഗ്രാഫ് എക്സ്പ്ലെയിൻ ചെയ്യാം. അടുത്തത് ഫോർ ഫസ്റ്റ് റിയാക്ഷൻ, ഫോർ എ ഫാസ്റ്റ് റിയാക്ഷൻ, ഒരു ഫാസ്റ്റ് റിയാക്ഷൻ നടക്കുകയാണെങ്കിൽ ആക്ടിവേഷൻ എനർജി എന്തായിരിക്കും? ലോ ആയിരിക്കും. കാരണം ആക്ടിവേഷൻ എനർജി എന്ന് പറഞ്ഞാൽ ഒരു കടമ്പയാ, ഒരു ബാരിയറാ, അതങ്ങ് ക്രോസ് ചെയ്താൽ മാത്രമേ പ്രൊഡക്റ്റ് ഫോർമേഷൻ നടക്കുകയുള്ളൂ. അപ്പോൾ ഈ ബാരിയർ ക്രോസ് ചെയ്യണമെങ്കിൽ എന്ത് സംഭവിക്കണം മക്കളെ? റിയാക്ഷൻ ഷുഡ് ബി, ആക്ടിവേഷൻ എനർജി എന്തായിരിക്കും? കുറവായിരിക്കും. ആക്ടിവേഷൻ എനർജി കുറവാണെന്ന് ചിന്തിക്കുക. ആക്ടിവേഷൻ എനർജി കുറവാണെങ്കിൽ ഒരാൾക്ക് പെട്ടെന്ന് ചാടി കൊടുത്തൂടെ? അപ്പോൾ പെട്ടെന്ന് ചാടി കിടക്കാൻ പറ്റുവാണെങ്കിൽ ദ റിയാക്ഷൻ വിൽ ബി മോർ ഫാസ്റ്റ്. ആൻഡ് ആക്ടിവേഷൻ എനർജി ഹൈ ആണെങ്കിൽ പെട്ടെന്നൊന്നും ചാടി കിടക്കാൻ പറ്റില്ല. പെട്ടെന്ന് ചാടി കിടക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് the reaction will be slow. So collision frequency, അതായത് കൊളീഷൻ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ നമ്മൾ ബേസിക്കലി ചിന്തിക്കുക, നമ്മൾ മോളിക്യൂൾസിൻ്റെ എല്ലാം കൂടിയിട്ട് റൂമിലിട്ടു. ആ റൂമിലിടുന്ന ബോളിൻ്റെ ഷേപ്പിലാണ് ഈ മോളിക്യൂൾസ് ഒക്കെ. അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൂട്ടിയിടിക്കും. പക്ഷേ ഈ എല്ലാ കൂട്ടിയിടിയും എന്താവുന്നില്ല? പ്രൊഡക്റ്റായി മാറുന്നില്ല. അപ്പോൾ ഈ കൂട്ടിയിടിക്കുമ്പോൾ എത്ര കൊളീഷൻസ് നടക്കുന്നുണ്ട്? ഒരു സെക്കൻഡ് സമയം കൊണ്ട്, ഒരു യൂണിറ്റ് വോളിയത്തിൽ ഒരു സെക്കൻഡ് സമയം കൊണ്ട് എത്ര കൊളീഷൻസ് നടക്കുന്നുണ്ടോ ആ കൊളീഷൻസിന് മൊത്തം നമ്മൾ വിളിക്കുന്ന പേരാണ് കൊളീഷൻ ഫ്രീക്വൻസി എന്ന്. ദാറ്റ് ഈസ് റെപ്രസെൻറ്റ് ബൈ സെഡ്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു? റേറ്റ് ഇക്വേഷൻ നമ്മൾ എന്തായിട്ട് എടുക്കുന്നു? ദാറ്റ് ഈസ് റേറ്റ് ഈസ് ഈക്വൽ ടു ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസ് കൊളൈഡിങ് വിത്ത് ഇൻറ്റു സെഡ്, നമ്പർ ഓഫ് എഫക്റ്റീവ് കൊളിഷൻ. അപ്പോൾ കൊളിഷൻ ഫ്രീക്വൻസി സെഡ് ഇൻറ്റു ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസ് അണ്ടർഗോയിങ് എഫക്റ്റീവ് കൊളിഷൻ. അപ്പോൾ ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസ് അണ്ടർഗോയിങ് എഫക്റ്റീവ് കൊളിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ആക്ച്വലി Δn/n ആണ്. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര മോളിക്യൂൾസിന് പ്രൊഡക്റ്റ് ആവാനുള്ള ആക്ടിവേഷൻ എനർജി കിട്ടി എന്നുള്ളതാണ്. എത്ര മോളിക്യൂൾസിന് ഇവിടെ പ്രൊഡക്റ്റായി മാറാനുള്ള ആക്ടിവേഷൻ എനർജി കിട്ടിയിട്ടുണ്ടോ ആ ഒരു എമൗണ്ടിനെ നമ്മൾ വിളിക്കുന്നവരാണ് F = Δn/n. ദാറ്റ് ഈസ് ഈക്വൽ ടു e⁻
EA by RT. The rate is equal to, rate can be written as, മക്കളെ റേറ്റ് K is equal to Z into E raised to. അതായത് നമുക്ക് മനസ്സിലാക്കാം ഇവിടെ ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസ് F ആയിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് റേറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് Z into E raised to minus EA by RT ആയിട്ട് നമുക്ക് ആ ഒരു ഇക്വേഷനിലേക്ക് കണക്ട് ചെയ്യാം. സോ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ, ഈ ഗ്രാഫാണോ എന്നോട് ചോദിച്ചേ? മക്കളെ ഈ ഒരു ഗ്രാഫ് ആണെങ്കിൽ ദാറ്റ് ഈസ് ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾ വേഴ്സസ് എനർജിയുടെ ഗ്രാഫിൽ നമ്മൾ മാക്സ്വെലിൻ്റെ ഗ്രാഫായിട്ട് ഇവിടെ പറയുന്നു. സോ നോക്കുക മക്കളെ, ടെമ്പറേച്ചർ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു സിറ്റുവേഷനിൽ ടെമ്പറേച്ചർ കൂട്ടിക്കൊണ്ടിരുന്നു. സോ ഇനീഷ്യലി ഇതാണെന്ന് കരുതാം, ഇനീഷ്യലി ഒരു സിറ്റുവേഷൻ നമ്മൾ T1 ടെമ്പറേച്ചറിൽ ഇതാണെന്ന് കരുതാം. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ടെമ്പറേച്ചർ കൂട്ടുന്നു. ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ മോളിക്യൂൾസിലുള്ള എനർജി എന്ത് ചെയ്യും, ആവറേജ് നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇതായിരിക്കും മാക്സിമം മോളിക്യൂൾസ് പൊസസ് ചെയ്യുന്ന എനർജി. സോ ഇവിടെ E1ഉം E2 എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം E2 വിൽ ബി മോർ ദാൻ E1. അപ്പോൾ ടെമ്പറേച്ചർ കൂട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനർജി കൂടുമെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ഗ്രാഫ് എന്തായിരിക്കണം, T2 ഈസ് ഗ്രേറ്റർ ദാൻ T1 ആയിരിക്കണം. ഇനി ഇവിടെ നോക്കുക, ഈ ഒരു ബാരിയർ ഇവിടെയാണ് നമ്മുടെ ആക്ടിവേഷൻ എനർജി ഇരിക്കുന്നത്. ഈ ഒരു കൈനറ്റിക് എനർജി പൊസിഷനിലാണ് നമ്മൾ എന്ത് പറയുന്നത്, ആക്ടിവേഷൻ എനർജി ഇരിക്കുന്നത് ചിന്തിക്കാം. അപ്പോൾ ആക്ടിവേഷൻ എനർജി കിട്ടിയ മോളിക്യൂൾസ്, ആക്ടിവേഷൻ എനർജിയേക്കാൾ മേലെയുള്ള മോളിക്യൂൾസ് ഇനീഷ്യൽ കേസിൽ ദാ ഇത്ര പേരേ ഉള്ളൂ. രണ്ടാമത് നമ്മൾ എന്ത്, ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞപ്പോൾ ദാ ഇത്രയും കൂടെ മോളിക്യൂൾസ്, ആ നീല മാർക്കിൽ മേഡ് ചെയ്തിരിക്കുന്ന അത്രയും കൂടെ മോളിക്യൂൾസിന് അവിടെ എന്ത് സംഭവിക്കുന്നു, അത് പ്രൊഡക്റ്റായി മാറുന്നു. ഈ ഒരു ഗ്യാപ്പിലുള്ള എനർജിയും കൂടെ പ്രൊഡക്റ്റ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു, ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ മോർ മോളിക്യൂൾസ് വിൽ ബി അണ്ടർഗോയിങ്, അല്ലെങ്കിൽ മോർ മോളിക്യൂൾസ് എന്തെങ്കിലും പ്രൊഡക്റ്റായി മാറാൻ കൂടും. ബിക്കോസ് അവിടെ എന്താണ് സംഭവിക്കുന്നത്, അവിടെ മോർ മോളിക്യൂൾസിന് ആക്ടിവേഷൻ എനർജി അക്വയർ ചെയ്യാൻ സാധിക്കുകയാണ്. അടുത്തത് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ എക്സോതെർമിക് റിയാക്ഷൻ. നമ്മൾ ജനറലി എക്സോതെർമിക് ആൻഡ് എൻഡോതെർമിക് ആയിട്ട് നമ്മുടെ രണ്ട് റിയാക്ഷൻസിനെയും പറയാം. അപ്പോൾ എക്സോതെർമിക്കും എൻഡോതെർമിക്കും പറഞ്ഞാൽ എന്താ ജനറലി എന്ന് ചിന്തിക്കുക മക്കളെ. ഇപ്പോൾ എക്സോതെർമിക് എന്ന് പറയുമ്പോൾ എനർജി എന്ത് ചെയ്യണം, പുറത്ത് പോകണം ആണല്ലോ. അപ്പോൾ റിയാക്റ്റിനേക്കാളും കുറവ് എനർജിയിലായിരിക്കണം ആരുണ്ടായിരിക്കേണ്ടത്, പ്രൊഡക്റ്റ് ഉണ്ടായിരിക്കേണ്ടത്. ഇവിടെ നമ്മുടെ റിയാക്റ്റൻ്റ് ആണെന്ന് കൺസിഡർ ചെയ്യുക നിങ്ങൾ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു എനർജി ബാരിയർ ഇത്രയും എനർജി ആയിരിക്കും ഇപ്പോൾ റിയാക്ട് പ്രോസസ് ചെയ്തിരിക്കുന്ന എനർജി. നമ്മുടെ പ്രൊഡക്റ്റ് നോക്കുക, പ്രൊഡക്റ്റ് എന്താ ഇത്രയും എനർജിയിലുള്ളൂ. അപ്പോൾ ഈ ഒരു ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ റിയാക്റ്റിനും പ്രൊഡക്റ്റിനും എനർജിൻ്റെ ഇടയിലുള്ള ഇത്രയും എനർജി, അത്രയും എനർജിയാണ് നമ്മുടെ പുറത്തേക്ക് പോയിരിക്കുന്ന എനർജി. ആൻഡ് ദാറ്റ് ഈസ് നോൺ ആസ് ഡെൽറ്റ എച്ച്. ദാറ്റ് ഈസ് എക്സോതെർമിക് എത്ര എനർജിയാണോ പുറത്തേക്ക് പോയിരിക്കുന്നത്, ദാറ്റ് ഈസ് നോൺ ആസ് ഡെൽറ്റ എച്ച്. ഇനി റിയാക്റ്റിന് എത്ര എനർജി കിട്ടിയപ്പോഴാണ് റിയാക്റ്റിന്റെ ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ത്രഷോൾഡ് എനർജി എന്ന് പറഞ്ഞിരിക്കുന്ന ബാരിയർ ക്രോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു എനർജി എനിക്ക് വിളിക്കാം ആക്ടിവേഷൻ എനർജി ഫോർ ദ റിയാക്ഷൻ. ഇനി ഞാൻ ഈ റിയാക്ഷനെ തിരിച്ചു പറയുകയാണെങ്കിൽ, ഞാൻ ബാക്കിൽ നിന്ന് റിയാക്ഷൻ വരുവാണെങ്കിൽ ഇത്രയും എനർജി ആയിരിക്കും എൻ്റെ ആക്ടിവേഷൻ എനർജി. ദാറ്റ് വിൽ ബി വി ക്യാൻ റൈറ്റ്. ഈ ഒരു കേസിലാണെങ്കിൽ EA ഫോർ ഫോർവേഡ് റിയാക്ഷൻ പ്ലസ് ഡെൽറ്റ എച്ച് വിൽ ബി ഈക്വൽ ടു EA ഫോർ ബാക്ക്വേർഡ് റിയാക്ഷൻ. ഈ ഒരു കേസിലാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എടുക്കാം. ഇനി നിങ്ങൾ ഇത് എടുക്കുന്നത് ഒരു എൻഡോതെർമിക് റിയാക്ഷൻ്റെ കേസിലാണെങ്കിൽ റിയാക്റ്റിനേക്കാളും കൂടുതൽ എനർജിയിലായിരിക്കും പ്രൊഡക്റ്റ് ഉണ്ടാവുക. അതായത് എ ഇവിടെ റിയാക്റ്റൻ്റ് ഇവിടെ ആണെങ്കിൽ ഇവിടെ നോക്കാൻ നിങ്ങൾ ഇത് പ്രൊഡക്റ്റാണെന്ന് ചിന്തിക്കുക. ഇവിടെ നമുക്ക് എന്തെടുക്കാം, പ്രൊഡക്റ്റ് ആയിട്ട് ചിന്തിക്കാം. അപ്പോൾ ഇവിടുത്തെ എനർജി നോക്കുക, റിയാക്റ്റിന് ഇത്ര എനർജി ഉള്ളൂ, പ്രൊഡക്റ്റിന് അതിനേക്കാളും കൂടുതൽ എനർജിയാണ്. വിച്ച് മീൻസ് ഇത്രയും എനർജി നമ്മൾ എന്ത് ചെയ്യണം, ഇനി നമ്മൾ പ്രൊഡക്റ്റ് ആവാൻ വേണ്ടി സപ്ലൈ ചെയ്യേണ്ട എനർജിയാണ്. അപ്പോൾ ഡെൽറ്റ എച്ച് ഇവിടെ എന്ത് വരും മക്കളെ, പോസിറ്റീവ് വരും. ഡെൽറ്റ എച്ച് നമുക്കിവിടെ പോസിറ്റീവ് വരും. വിച്ച് മീൻസ് ഇറ്റ് ഈസ് എൻഡോതെർമിക് റിയാക്ഷൻസ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അടുത്ത മക്കളെ, ദ ആക്ടിവേഷൻ എനർജി ഫോർ ദി എക്സോതെർമിക് റിയാക്ഷൻ. ഒരു എക്സോതെർമിക് റിയാക്ഷൻ ആക്ടിവേഷൻ എനർജി 80 കിലോ ജൂൾ ആണ് തന്നിട്ടുണ്ട്. ഹീറ്റ് ഓഫ് റിയാക്ഷൻ ഈസ് 200 കിലോ ജൂൾ. ദ ആക്ടിവേഷൻ എനർജി ഫോർ B2A. അപ്പോൾ നമ്മൾ ഗ്രാഫ് വരയ്ക്കുക, എക്സോതെർമിക് അല്ല എക്സോതെർമിക് ഗ്രാഫ് വരയ്ക്കുന്നു എന്ന് ചിന്തിക്കാം മക്കളെ. എക്സോതെർമിക് കർവിൻ്റെ ഒരു ഗ്രാഫ് വരയ്ക്കുന്നു. ആൻഡ് ഇവിടെ നമുക്ക് എനർജി വേഴ്സസ് റിയാക്ഷൻ കോർഡിനേറ്റ് അല്ലെങ്കിൽ റിയാക്ഷൻ പ്രോഗ്രസ് എന്ന് പറയാം. സോ നിങ്ങളിവിടെ ഗ്രാഫ് വരച്ചാൽ എക്സോതെർമിക് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യാൻ സംഭവിക്കണം, ഇവിടെ ആയിരിക്കണം നമ്മുടെ റിയാക്റ്റൻ്റ്, ഇവിടെ ആയിരിക്കണം നമ്മുടെ പ്രൊഡക്റ്റ് അല്ലേ. സോ ഇത്രയും എനർജിയാണ് പുറത്തേക്ക് സപ്ലൈ ചെയ്തിരിക്കുന്നത്. ഈ എനർജി എത്രയാണ് തന്നിട്ടുണ്ട്, 200 ക്വസ്റ്റ്യനിൽ ഇതാ മെൻഷൻ ചെയ്തിരിക്കുന്നു. ആൻഡ് ഈ ഒരു എനർജി എത്രയാണ് നമ്മൾ തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് ഈക്വൽ ടു 80 കിലോ ജൂൾ. ആ ഒരു എനർജി നമുക്ക് 80 കിലോ ജൂൾ എന്ന് പറയാം. ഇവിടുത്തെ എനർജി എത്രയാണ്, 200 എന്ന് പറയാം. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ, B2A റിവേഴ്സ് റിയാക്ഷൻ, ബാക്ക്വേർഡ് നടക്കുന്ന റിയാക്ഷൻ എനർജി എത്രയാണെന്നല്ലേ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. എത്ര വരും മക്കളെ, ഈ ഒരു ടോട്ടൽ എനർജിയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 200 + 80 വിച്ച് ഈസ് ഈക്വൽ ടു 280 കിലോ ജൂൾ ആയിരിക്കും ഉത്തരം. അപ്പോൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഗ്രാഫിക്കൽ മെത്തേഡ് ആയിരിക്കും മോർ ഈസി. സി അല്ലടാ, ഈ ഡി ആണ്, 280 ആണ് വരിക. സോ മക്കളെ, നെക്സ്റ്റ് വി ഹാവ് കൊളിഷൻ തിയറീൻ്റെ അടുത്തൊരു ക്രൈറ്റീരിയ. ഞാൻ നിങ്ങളോട് അതേ പറഞ്ഞു, കൊളിഷൻ തിയറിയിൽ എന്താ സംഭവിക്കുക. മക്കളെ ഇവിടെ ഡി. ഓക്കെ. സോ മക്കളെ എന്ത് സംഭവിക്കുന്നു, കൊളിഷൻ തിയറി ക്രൈറ്റീരിയ 2 ആണ് നമ്മൾ പറയുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു പ്രോപ്പർ ഓറിയൻറ്റേഷൻ. അതായത് നമ്മുടെ ആക്ടിവേഷൻ, നമ്മൾ
ഒരു മോളിക്യൂൾസ് ഇവിടെ വരെ നമ്മൾ എന്ത് പറഞ്ഞു സെഡ് ഇൻറ്റു ഇ റേസ് ടു ഇ ഇൻറ്റു ആർ ടി അത് നമ്മൾ കൊളിഷൻ തിയറിയിൽ ആദ്യം പറഞ്ഞു. അപ്പോൾ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞു ആക്ടിവേഷൻ എനർജി ഉള്ള എല്ലാ മോളിക്യൂൾസും കൊളിഷൻ ഫ്രീക്വൻസി ഇൻറ്റു നമ്മൾ ഫ്രാക്ഷൻ അണ്ടർഗോയിങ് ആക്ടിവേഷൻ എനർജി എന്ന് പറയുന്നത് സെഡ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഇ എ ബൈ ആർ ടി എന്നുള്ള ഇത്രയും സെഡ് ഇൻറ്റു ഇത്രയും വാല്യൂസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് മാത്രം പോരാ, നമുക്കൊരു ഫാക്ടറും കൂടെ വരുന്നു, ദാറ്റ് ഈസ് നോൺ ആസ് എന്തായിരുന്നു പ്രോപ്പർ ഓറിയൻറ്റേഷന് വേണ്ടിയിട്ടുള്ളത്. പ്രോപ്പർ ഓറിയൻറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് മോളിക്യൂൾസ് കൊളൈഡ് ചെയ്യുന്ന സമയത്ത് എന്ത് നടക്കില്ല, രണ്ട് മോളിക്യൂൾസും ഒരേ ആക്സിസിൽ വന്നിട്ട് ഹിറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക്, അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടൊരു ഓറിയൻറ്റേഷൻ ഉണ്ടെങ്കിൽ, ഒരു കറക്റ്റ് കൊളിഷൻ നടന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, പ്രൊഡക്റ്റ് ഫോം ചെയ്യുള്ളൂ. നിങ്ങൾ ഇവിടെ നിന്ന് ഇങ്ങനെ രണ്ടും കൂട്ടിയിടിക്കുന്നതിന് പകരം ഇങ്ങനെ വന്ന് കൂട്ടിയിടിച്ചാലൊന്നും നമുക്ക് അവിടെ എന്തെങ്കിലും പ്രൊഡക്റ്റ് ഫോർമേഷൻ നടക്കില്ല, ഒരു പ്രോപ്പർ ഓറിയൻറ്റേഷൻ. സോ ആ ഒരു ഫാക്ടർ പി എം കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നു. ഇനി മക്കളെ അടുത്തത് നമ്മൾ പോകുന്നത് എന്താണ്, ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് റേറ്റ് ഓഫ് എ റിയാക്ഷൻ. ഒരു റേറ്റ് ഓഫ് എ റിയാക്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത്. ബേസിക്കലി നമുക്ക് പറയാം കോൺസെൻട്രേഷൻ. ആദ്യം നമുക്ക് പറയാം ഫിസിക്കൽ സ്റ്റേറ്റ് പ്രകാരം നമുക്ക് പറയാം സോളിഡിനെക്കാളും ഫാസ്റ്റർ റിയാക്ഷൻ എവിടെ നടക്കും, ലിക്വിഡിൻ്റെ കേസിൽ നടക്കും. ലിക്വിഡിനെക്കാളും ഫാസ്റ്റർ റിയാക്ഷൻ എവിടെ നടക്കും, ഗ്യാസിൻ്റെ കേസിൽ നടക്കും. ഇനി അടുത്തത് നമുക്ക് സർഫേസ് ഏരിയൻ്റെ കേസ് പറയാം മക്കളെ. സർഫേസ് ഏരിയ കൂടി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് റിയാക്ഷൻ എന്ത് ചെയ്യും, മോർ ഫാസ്റ്ററായി നടക്കും. സർഫേസ് ഏരിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എവിടെയാണോ റിയാക്ഷൻ നടക്കുന്ന ആ സ്ഥലമാണ്. സോ ദാറ്റ് ഈ സർഫേസ് ഏരിയ കൂടി കഴിഞ്ഞാൽ നമുക്ക് അവിടെ മോർ റാപ്പിഡ്ലി റിയാക്ഷൻസ് നടക്കും. ഇനി അടുത്തത് നിങ്ങൾ നോക്കുക, നെക്സ്റ്റ് വി ഹാവ് കാറ്റലിസ്റ്റിൻ്റെ ആക്ഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ, കാറ്റലിസ്റ്റ് ജനറലി ഒരു റിയാക്ഷൻ നടക്കുന്ന സമയത്ത് ഇവിടെ ആയിരിക്കും നമ്മുടെ ത്രെഷോൾഡ് എനർജി ഇരിക്കുന്നത്. കാറ്റലിസ്റ്റ് എന്താ പ്രൊവൈഡ് ചെയ്യുക, കാറ്റലിസ്റ്റ് വിൽ പ്രൊവൈഡ് ആൻ ആൾട്ടർനേറ്റ് പാത്വേ ഫോർ ദ റിയാക്ഷൻ. ഈ ഒരു റിയാക്ഷൻ ആൾട്ടർനേറ്റ് പാത്വേ നടത്തും. സോ എന്ത് ചെയ്യും, നമുക്ക് റിയാക്ഷൻ്റെ റേറ്റ് കൂടാം. അടുത്തത് ഇൻഫ്ലുവൻസ് ഓഫ് ടെമ്പറേച്ചർ. ഇതിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, നമ്മുടെ ഫാക്ടേഴ്സിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഇൻഫ്ലുവൻസ് ഓഫ് ദി ടെമ്പറേച്ചർ ഫോർ ദി റേറ്റ് ഓഫ് റിയാക്ഷൻ. ഫോർ എവറി 10 degree Celsius ഇൻക്രീസ് ഇൻ ദി 10 degree Celsius ദ റേറ്റ് ഓഫ് റിയാക്ഷൻ ഇൻക്രീസസ് ബൈ 2 to 3 times. അതായത് ഒരു റിയാക്ഷൻ നടക്കുന്ന സമയത്ത് ടെമ്പറേച്ചർ 10 degree നിങ്ങൾ കൂട്ടിക്കഴിഞ്ഞാൽ 2 to 3 times എന്ന് പറയും. അപ്പോൾ ഇത് എത്രത്തോളമാണ് കൂടുന്നത്, 2 to 3 എന്നാണ് ഞാൻ പറഞ്ഞെങ്കിലും ആ ഒരു ഫാക്ടർ ഉണ്ടാവില്ലേ, എത്രയായിരിക്കും മൾട്ടിപ്പിൾ ആവുക, ആ 2 to 3 times എന്നുള്ള ഫാക്ടർ നമ്മൾ വിളിക്കുന്നവരാണ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ്, വിച്ച് വാസ് റെപ്രസെൻറ്റഡ് ബൈ മ്യൂ ഈസ് ഈക്വൽ ടു k ഇൻറ്റു ടി പ്ലസ് 10 ഡിവൈഡ് ബൈ k ഇൻറ്റു ടി. ഇതാണ് നമ്മുടെ ഒരു റിയാക്ഷൻ്റെ കേസിൽ നടക്കുന്ന ഫാക്ടർ. ഇഫ് മ്യൂ ഈസ് നോട്ട് ഗിവൺ, മ്യൂ നമുക്ക് തന്നിട്ടില്ലെങ്കിൽ വി ക്യാൻ ടേക്ക് ഇറ്റ് ആസ് 2. മ്യൂ നമ്മുടെ ഒരു ക്വസ്റ്റിനിൽ തന്നിട്ടില്ലെങ്കിൽ നമുക്കത് എന്തായിരിക്കും 2 ആയിട്ട് എടുക്കാം. ഇഫ് ടെമ്പറേച്ചർ ഈസ് നോട്ട് ഗിവൺ, ഒരു ക്വസ്റ്റിൻ്റെ കേസിൽ നമുക്ക് ടെമ്പറേച്ചർ തന്നിട്ടില്ലെങ്കിൽ നമുക്കത് എടുക്കാം 298 Kelvin ആയിട്ട് ടെമ്പറേച്ചറിന് എടുക്കാം. സോ നോട്ട് ദാറ്റ് എവറി 10 degree റേസ് ഇൻ ടെമ്പറേച്ചർ ദ റേറ്റ് ബിക്കം ഡബിൾ, ഹെൻസ് റേറ്റ് കോൺസ്റ്റന്റ് ബിക്കം ഡബിൾ. 10 degree റേസ് ചെയ്ത് കഴിഞ്ഞാൽ റേറ്റ് ഡബിൾ ആവും. റേറ്റ് ഡബിൾ ചെയ്യുന്നതനുസരിച്ച് എന്ത് ചെയ്യും, റേറ്റ് കോൺസ്റ്റന്റ് ഡബിൾ ചെയ്യും. കാരണം കോൺസെൻട്രേഷൻ അവിടെ നമ്മൾ ചേഞ്ച് ചെയ്യുന്നില്ല. സോ റിയാക്ഷൻ ഓഫ് ഹയർ വാല്യൂ ഓഫ് EA വിൽ ഹാവ് സ്മോളർ റേറ്റ് കോൺസ്റ്റന്റ്. അത് റിയാക്ഷൻ വിത്ത് ഈ ആക്ടിവേഷൻ എനർജി ഹയർ ആണെങ്കിൽ റേറ്റ് കോൺസ്റ്റന്റ് എന്തായിരിക്കും, കുറവായിരിക്കും. ഇനി റിലേഷൻ ബിറ്റ്വീൻ ടെമ്പറേച്ചർ ആൻഡ് റേറ്റ് കോൺസ്റ്റന്റും ടെമ്പറേച്ചറും നമ്മൾ ഡിറൈവ് ചെയ്തിരിക്കുന്ന ഇക്വേഷൻ ആണ് K ഈസ് ഈക്വൽ ടു A ഇൻറ്റു ഇ റേസ് ടു മൈനസ് EA ബൈ RT. ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റിലേഷൻ ബിറ്റ്വീൻ റേറ്റ് കോൺസ്റ്റന്റ് K ആൻഡ് ആക്ടിവേഷൻ എനർജി ടെമ്പറേച്ചർ റിലേഷൻഷിപ്സ് സോൾവ് ചെയ്യുന്നത്. സോ മക്കളെ ഇതിൻ്റെ ലോഗ് എടുക്കുക, ലോഗ് K വിൽ ബി ഈക്വൽ ടു ലോഗ് A മൈനസ് EA ബൈ 2.303 RT ആവും. അല്ലെങ്കിൽ നിങ്ങൾ നാച്ചുറൽ ലോഗരിതം ഇസ് ഈക്വൽ ടു ലോഗ് A മൈനസ് EA ബൈ RT എന്ന് എടുക്കാൻ പറ്റും. നാച്ചുറൽ ലോഗരിതത്തിൽ നിന്ന് നിങ്ങൾ എക്സ്പെൻഷ്യൽ ലോഗരിതം അല്ലെങ്കിൽ നമ്മുടെ ലോഗ് ബേസ് 10 മാറ്റുമ്പോൾ നമുക്കത് ഈ ഒരു ഇക്വേഷൻ കിട്ടും. ഇതിൻ്റെ ഒരു ഗ്രാഫിക്കൽ പ്ലോട്ടാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഈ ഗ്രാഫിനെ പ്ലോട്ട് ചെയ്തിട്ടും നമുക്ക് ക്വസ്റ്റ്യൻസ് സ്ഥിരമായിട്ട് കാണാം കേട്ടോ. ഈ ഗ്രാഫിനെ പ്ലോട്ട് ചെയ്തിട്ട് ഗ്രാഫിൽ നമുക്ക് എന്താ സ്ലോപ്പ് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക. സ്ലോപ്പ് ഈസ് ഈക്വൽ ടു മൈനസ് EA ബൈ 2.303 R. ആ ഒരു ഇക്വേഷൻ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ജനറലി JEEയിൽ കാണാൻ സാധിക്കാറുണ്ട്. ഇനി മക്കളെ രണ്ട് ഡിഫറൻറ്റ് സിറ്റുവേഷനിൽ, അതായത് K1 ഉം K2 ഉം തന്നു, എന്നിട്ട് അതിനെ സംബന്ധിച്ചിട്ടുള്ള ടെമ്പറേച്ചർ T1 ഉം T2 ഉം തന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു കേസിൽ നിങ്ങൾക്ക് ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് EA കാണാം. ഇവിടെ ജനറലി EA കാണാനാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ഇൻ കേസ് നമുക്ക് എന്ത് ചെയ്യാം, ടെമ്പറേച്ചർ കാണാൻ ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ K1 ഉം K2 ഉം കാണാൻ ഈ ഒരു ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. സോ ഇവിടെ നോക്കാം മക്കളെ, ദ സ്ലോപ്പ് ഓഫ് എ അരീനിയസ് പ്ലോട്ട്, ഒരു അരീനിയസ് പ്ലോട്ടാണ്. ദാറ്റ് ഈസ് ലോഗ് നാച്ചുറൽ ലോഗരിതം K വേഴ്സസ് 1/T. ഇതിൻ്റെ സ്ലോപ്പ് എന്താണ് തന്നിരിക്കുന്നത്, സ്ലോപ്പ് ഈസ് ഈക്വൽ ടു EA ബൈ മൈനസ് EA ബൈ R. സോ മൈനസ് EA ബൈ R എന്ന് പറയുന്ന സ്ലോപ്പ് യു ക്യാൻ ടേക്ക് ഇറ്റ് ആസ് മൈനസ് 5 ഇൻറ്റു 10⁻³ എന്ന് എടുക്കാം. ഓർ EA ക്യാൻ ബി ഈക്വൽ ടു 5 ഇൻറ്റു 8.314 ഇൻറ്റു
10⁻³ അല്ലേടാ 8.314 ഇൻറ്റു 10⁻³ എന്ന് എടുക്കാം. കാരണം ആറിൻ്റെ വാല്യൂ 8.314 ആണ്. 5 ഇൻറ്റു 8.314 ഇൻറ്റു 10⁻³ എന്ന് എടുക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ മക്കളെ ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് 41.5 കിലോ ജൂൾ പെർ മോൾ. ബിക്കോസ് നമുക്കിത് ജൂളിലാണ്, 10⁻³ എന്ന് പറയുമ്പോൾ എന്താണ് കിലോ ജൂളിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടുന്നു. സോ നമ്മുടെ ആൻസർ എന്തൊരു ബി വരുന്നു. അടുത്തത്, ഇഫ് ദി ടെമ്പറേച്ചർ ഈസ് ഇൻക്രീസ്ഡ് ഫ്രം 10 ഡിഗ്രി സെൽഷ്യസ് ടു 100 ഡിഗ്രി സെൽഷ്യസ്. നമ്മുടെ ടെമ്പറേച്ചർ 10 ഡിഗ്രി സെൽഷ്യസ് നിന്ന് 100 ഡിഗ്രി സെൽഷ്യസിലേക്ക് റേസ് ചെയ്യാണ്. അങ്ങനെ റേറ്റ് ഓഫ് ദി റിയാക്ഷൻ വിൽ ബി, റേറ്റ് ഓഫ് റിയാക്ഷൻ എത്ര ടൈംസ് കൂടും? നിങ്ങൾക്കറിയാം 10 ഡിഗ്രിയിൽ നിന്ന് 20 ഡിഗ്രി 10 ഡിഗ്രി കൂട്ടിയാൽ റേറ്റ് 2 ആവും. 10 ഡിഗ്രിയിൽ നിന്ന് അല്ലെങ്കിൽ 20യിൽ നിന്ന് നിങ്ങൾ റേറ്റ് അല്ലെങ്കിൽ ടെമ്പറേച്ചർ 30 ഡിഗ്രിയിലേക്ക് റേസ് ചെയ്താൽ റേറ്റ് എന്താവും? ഇതിൻ്റെ ഡബിൾ ആവും, വിച്ച് മീൻസ് 4 ആവും. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര ഡിഗ്രിയാണ് ചേഞ്ച് ചെയ്തിരിക്കുന്നത്? 10ൽ നിന്ന് 100ലേക്കാണ്, വിച്ച് മീൻസ് 90 ഡിഗ്രീസ് ആണ് ചേഞ്ച് ചെയ്തിരിക്കുന്നത്. 90 ഡിഗ്രീസ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബിക്കം 2�9. ദാറ്റ് ഈസ് ഈക്വൽ ടു 2�9 ടൈംസിലായിരിക്കും ചേഞ്ച് വരിക. ദാറ്റ് വിൽ ബിക്കം 512 ടൈംസ് എന്ത് ചെയ്യും? ദ റേറ്റ് വിൽ ബി ചേഞ്ചസ്. അപ്പോൾ ഈ ഒരു ടൈപ്പിൽപ്പെട്ട ക്വസ്റ്റ്യൻസും നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. സോ മക്കളെ, നമ്മൾ ഒരുവിധപ്പെട്ട കാര്യങ്ങളൊക്കെ ഒന്ന് കവർ ചെയ്ത് വന്നിട്ടുണ്ട്. സോ ഈ ഒരു കാര്യങ്ങളാണ് ബേസിക്കലി, ഇത്രയും കാര്യങ്ങളാണ് ബേസിക്കലി നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു സെക്ഷനിൽ പഠിക്കുന്നത്. അപ്പം ഇന്ന് ചെയ്തൊരു ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ നോക്കുക. ഈ ഒരു ടൈപ്പിൽപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഓൾമോസ്റ്റ് കവർ ചെയ്തിരിക്കുന്നു. ഒരുവിധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ കവർ ചെയ്തു. ഇനി കൂടുതലുള്ള അല്ലെങ്കിൽ ഈ തിയറി ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്ലൈഡ് സോൾവ് ചെയ്തിട്ടിട്ടുണ്ട്. ആപ്പിലേക്ക് നമ്മുടെ ലൈവിൽ സോൾവ് ചെയ്ത് ആൻസേഴ്സ് സോൾവ് ചെയ്തിട്ടിട്ടുണ്ട്. അതൊന്ന് നിങ്ങൾ നോക്കിയേക്കാം. താങ്ക് യു.